ഈ തലവേദനയെ വെച്ച് കണ്ണൊക്കെ ഇങ്ങനെ മാറിയിരിക്കുന്നുണ്ട്. പുള്ളിൻ്റെ അടുത്ത് വന്നിരിക്കും, പുള്ളി വേറെ എന്തെങ്കിലും കഥ പറയും, അല്ലെങ്കിൽ മൊബൈൽ നോക്കും. അപ്പോൾ ഈ പറഞ്ഞ സമയം കഴിഞ്ഞു, പിന്നെ മണിക്കൂറുകളോളം കഴിഞ്ഞു. അപ്പോൾ ഇതിനിടയ്ക്ക് തരുണും രഞ്ജിത്തേട്ടനും ഒക്കെ വന്നിട്ട് സംസാരിക്കുന്നുണ്ട്. എനിക്ക് കുഴപ്പമില്ല, ഓക്കെ, എന്നാലും പോയി ഫൈറ്റ് ചെയ്ത് വരും. കഴിഞ്ഞ ദിവസം ഞാൻ കൊടുങ്ങല്ലൂർ ലക്ഷ്മി തിയേറ്ററിൽ സിനിമ കണ്ട് ഇറങ്ങുമ്പോൾ അടുത്ത ഷോയ്ക്ക് വരുന്നത് ഒരു ബൈക്കിൽ പ്രായമുള്ള അമ്മയും കൊണ്ട് വരികയാണ്. എന്നിട്ട് അയാൾ എന്നെ കണ്ടപ്പോൾ ഞാൻ കൊടുങ്ങല്ലൂർക്കാരൻ എന്നെ തിരിച്ചറിഞ്ഞ് വന്നിട്ട് പറയാണ്, എൻ്റെ അമ്മ എത്ര നാൾക്ക് ശേഷമാണ് തിയേറ്ററിലേക്ക് വരുന്നത് അറിയാം. അപ്പോൾ അമ്മ പറഞ്ഞു, എനിക്ക് മോഹൻലാൽ എൻ്റെ മോൻ്റെ പോലെയാണ്, എൻ്റെ വീട്ടിൽ എല്ലാവർക്കും അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഫുഡ് എനിക്ക് മോഹൻലാലിന് വന്ന് കൊടുക്കണം. അയാൾക്ക് അപ്പോൾ തന്നെ പറഞ്ഞു, ഒരു വരാൻ പറ. അങ്ങനെ ഒരു ദിവസം ഒരു വലിയ ക്യാനിൽ ലാലേട്ടന് വേണ്ടിയിട്ടുള്ള പല വിഭവങ്ങൾ ഉണ്ടാക്കി ആ സ്ത്രീ ഇങ്ങനെ അത് പിടിച്ച് നടക്കാൻ എനിക്ക് ഭയങ്കര ഓർമ്മയുണ്ട്. അത് പിടിച്ച് ഇങ്ങനെ കാരവാനിൽ പോയി ലാലേട്ടൻ അവരെന്തുമാത്രം സ്നേഹത്തോടെയാണ് അവരെ വിളിച്ച് അകത്ത് കയറ്റി അവരോട് വർത്താനം പറഞ്ഞു. ലാലേട്ടൻ അത് കഴിക്കാന്ന് വെച്ചിട്ടുണ്ടല്ലേ, വെറുതെ കഴിക്കലല്ല, അതിങ്ങനെ ആസ്വദിച്ച് കഴിച്ച് അവർ തിരിച്ചു പോയി. ജോർജ് മാത്തൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ആദ്യമേ വന്ന സമയം തുടങ്ങി എൻ്റെ മനസ്സിൽ എനിക്ക് രൂപപ്പെടാൻ റെഫറൻസ് എംടിയുടെ ഒരു കഥാപാത്രമാണ്. അതായത് ഭരതൻ ചെയ്തിട്ടുള്ള താഴ്വാരത്തില സെലിം ഗൗസ് ചെയ്ത കഥാപാത്രം. അത് എന്നെ ഒരുപാട് എൻ്റെ പ്രിയപ്പെട്ട സിനിമകളിലൊന്നാണ്. അതും വേണു സാറാണ് ഷൂട്ട് ചെയ്തത്. അപ്പം ഈ കഥാപാത്രത്തിനെ സൃഷ്ടിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരു റെഫറൻസ് ആയിട്ട് അതുണ്ട്. നമ്മളിവിടെ വന്ന കഥാപാത്രമല്ലേ, അത്തരം നിമിഷങ്ങളല്ലേ, അത് ആ മനുഷ്യൻ അതിലൂടെ കടന്നു പോകുന്നതാണ്. പ്രത്യേകിച്ച് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞു, ഞങ്ങളൊക്കെ ഞങ്ങളൊക്കെ എഴുതിയതിനേക്കാളും അതിനേക്കാൾ അപ്പുറത്തേക്ക് അതിൻ്റെ ലെയറുകൾ അദ്ദേഹത്തിൻ്റെ അഭിനയത്തിലൂടെ, അദ്ദേഹം അതിൽ ചിലപ്പോൾ ഒരു നോട്ടത്തിലൂടെ അയക്കുകയാണ്. കെ ആർ സുനിലാണ് ക്യൂ സ്റ്റുഡിയോയിൽ. ഔപചാരികമായിട്ട് സ്വാഗതം. നമ്മൾ ദീർഘകാലമായിട്ട് സംസാരിക്കുന്നതാണ്. എന്നാൽ പോലും എനിക്കറിയാവുന്ന ഒരു രാജ്യാന്തര പ്രശസ്തി നേടിയ അല്ലെങ്കിൽ രാജ്യാന്തര സ്വീകാര്യത നേടിയ അന്താരാഷ്ട്ര പ്രദർശനങ്ങൾ ഇന്ത്യൻ ബിനാലയിലടക്കം ഭാഗവാക്കായ ഒരു ഡോക്യുമെൻ്ററി ഫോട്ടോഗ്രാഫിയുടെ ഭാഗമാകുന്ന, അല്ലെങ്കിൽ തുടർച്ചയായിട്ട് മനുഷ്യരെ പകർത്തി അല്ലെങ്കിൽ മുൻപെങ്ങും കാണാത്ത വിധത്തിൽ അവരെ മനുഷ്യർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന തരത്തിൽ, ഇപ്പം മഞ്ജുക്കാരും അല്ലെങ്കിൽ പൊന്നാനി സീരീസും ഈ ചവിട്ടുനാടകത്തിൻ്റെ സീരീസൊക്കെ അടക്കം ഒരു രാജ്യാന്തര തലത്തിലേക്കുള്ള സാധ്യതകളായിട്ട് മുന്നേറുന്നതിന് സമാന്തരമായിട്ടാണ് തുടരും പോലൊരു സിനിമ സംഭവിക്കുന്നത്. പക്ഷെ അത് പേഴ്സണലി ഒരു 8 വർഷത്തിനപ്പുറത്തുള്ള യാത്രയാണ്. ആദ്യമായിട്ട് ചോദിക്കുന്നത്, തുടരും എന്ന് പറയുന്നത് ഈ പറഞ്ഞ പേഴ്സണലി എങ്ങനെയാണ് ആ സിനിമയുടെ സക്സസിനെ, ഹാപ്പിനെസ്സിനെയൊക്കെ കാണുന്നത്? 2 തരം ജീവിതം ഉണ്ടല്ലോ. ഈ പറയുന്ന ഒരു ഫോട്ടോഗ്രാഫിയുമായി ബന്ധപ്പെട്ട ഭയങ്കര പാഷനായിട്ടായിട്ടുള്ള ജേണി, ഇപ്പുറത്ത് അതേ അളവിൽ പാഷനോടുകൂടി സിനിമ പോകുന്നു. സോയുടെ സക്സസ് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്നുണ്ട്. അതേസമയം മനീഷ് പറഞ്ഞ പോലെ സത്യത്തിൽ എൻ്റെ ഒരു വഴി വേറെയാണല്ലോ. ഫോട്ടോഗ്രാഫിയായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി അടുത്ത ഷോകളൊക്കെ വരാൻ പോകുന്നു. മനസ്സ് മുഴുവൻ മിക്കവാറും അതിൽ തന്നെ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു സക്സസ് വലിയ ബാധ്യതയും കൂടെയാണ്. നല്ല സിനിമകൾ ഇനി ചെയ്യണം. അപ്പോൾ ഇത് രണ്ടും ഒരേ സമയം ഒരേപോലെ കൊണ്ടുപോകാന്നുള്ളത് എന്നെ സംബന്ധിച്ച് അതെങ്ങനെ കൊണ്ടുപോകും എന്നുള്ള ഒരു ചിന്തയും കൂടി ഈ സമയത്ത് വരുന്നുണ്ട്. ഈ തുടരും എന്നുള്ള സിനിമയുടെ സക്സസ് നോക്കുന്ന സമയത്ത് നമ്മൾ തന്നെ കാണുന്ന വീഡിയോകളിൽ ഒരുപക്ഷെ 3-4 വർഷങ്ങളിലായി, അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങളായി, ഏറ്റവും കുറഞ്ഞത് കോവിഡിന് ശേഷമെങ്കിലും തിയേറ്ററിൽ പോകാൻ സാധ്യത ഉണ്ടായിരുന്നില്ലാത്ത, തിയേറ്ററിൽ പോയിട്ടില്ലാത്ത വളരെ പ്രായമുള്ളവർ, നമ്മളൊരു 70 പിന്നിട്ടവർ, അല്ലെങ്കിൽ 80 പിന്നിട്ടവർ, അല്ലെങ്കിൽ അതിന് കൂടുതൽ പ്രായമുള്ളവർ, വീട്ടിലേറ്റവും പ്രായം ചെന്നവരൊക്കെ ഭയങ്കര ആവേശത്തോടെ, മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആവേശത്തോടെ പോയി അവർ ടിക്കറ്റ് കൗണ്ടറിന് മുന്നിൽ നിൽക്കുന്നത് അവരുടെ ഏറ്റവും സ്വാഭാവിക പ്രചരണമാണ്. ഒരു പ്രൊമോഷണൽ മെറ്റീരിയൽ അല്ലാത്ത വിധം അവർ വരുന്ന അവരുടെ ആഹ്ലാദങ്ങൾ കാണുന്നുണ്ട്. നിങ്ങളുടെ തിയേറ്റർ വിസിറ്റിലൊക്കെ ഇത് കാണുന്നുണ്ട്. ഈ നമ്മൾ പ്രായഭേദമന്യേ എന്ന് പറയാറുണ്ട്, അതൊരു പ്രൊമോഷണൽ വാചകമാണ്. അല്ലെങ്കിൽ സിനിമ ഇറങ്ങി 2-ാം ദിവസം കുടുംബസമേതം അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ സിനിമ എന്ന് പറഞ്ഞു. പക്ഷേ ഈ ഒരു ഭയങ്കരമായൊരു സ്വീകാര്യത ഉണ്ടല്ലോ, അത് സമീപ വർഷങ്ങളിൽ കണ്ടിട്ടില്ല. മോഹൻലാലിൻ്റെ തന്നെ ഒരു 10-20 വർഷത്തിനിടയിൽ എല്ലാ ഏറ്റെടുക്കുന്ന തരത്തിലുള്ളൊരു സക്സസിൻ്റെ ഇതായിട്ട് ഈ പടം പോവാണല്ലോ. എന്താണ് തിയേറ്ററിൽ നിന്ന് കണ്ടത്? എല്ലാത്തരം ജനങ്ങളും ആഹ്ലാദത്തോടെ വരികയാണല്ലോ. അത് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഇത്ര വലിയ സക്സസ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. ഇത്ര ഒരു സക്സസ്സിലേക്ക് എത്തും എന്നുള്ളത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ വരുന്ന കോളുകളായാലും മെസ്സേജുകളായാലും തിയേറ്ററിൽ നമ്മൾ കാണുന്നതായാലും പ്രായമുള്ള ആളുകൾ, ഇപ്പോൾ ചില കോളുകളുണ്ട് ഭയങ്കര ഇമോഷണലായിട്ട്, ചിലപ്പോൾ നമുക്ക് പരിചയമില്ലാത്ത ഒരാളായിരിക്കും. അപ്പോൾ പറയാം, എൻ്റെ അമ്മയെ കുറേ വർഷങ്ങൾക്ക് ശേഷം ഈ സിനിമയ്ക്ക് കൊണ്ടുവരും.
പിന്നെ അച്ഛനെ കൊണ്ടുപോയത്. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ കൊടുങ്ങല്ലൂർ ലക്ഷ്മി തിയേറ്ററിൽ സിനിമ കണ്ട് ഇറങ്ങുമ്പോൾ അടുത്ത ഷോയ്ക്ക് വരുന്നത് ഒരു ബൈക്കിൽ പ്രായമുള്ള ഒരു അമ്മയും കൊണ്ട് വരികയാണ്. എന്നിട്ട് അയാൾ എന്നെ കണ്ടപ്പോൾ ഞാൻ കൊടുങ്ങല്ലൂർക്കാരൻ എന്നെ തിരിച്ചറിഞ്ഞ് വന്നിട്ട് പറയാണ്, എൻ്റെ അമ്മ എത്ര നാൾക്ക് ശേഷമാണ് തിയേറ്ററിലേക്ക് വരുന്നത് അറിയോ. അദ്ദേഹത്തിൻ്റെ പേരൊന്നും പറഞ്ഞില്ല, സ്ഥലം എവിടെയൊന്നും പറഞ്ഞില്ല. എന്നെ കണ്ടപ്പോൾ പറയാണ്ടായത് പുള്ളിക്ക് അതാണ്. അതൊക്കെ ഒരു സന്തോഷമാണ്. കുറേ എല്ലാ തലമുറയിലും എല്ലാവരും കണക്ട് ചെയ്യുന്ന ഒരു, ഈ തരുൺ പറയല്ലേ തലമുറകളുടെ നായകൻ എന്ന് പറഞ്ഞ പോലെ, അത് ശരിക്കും തിയേറ്ററുകളിൽ നിന്നും ഈ വരുന്ന കോളുകളിൽ നിന്നും മെസ്സേജുകളിൽ നിന്നും എനിക്ക് ശരിക്കും മനസ്സിലായി. അത് ശരിക്കും എന്നെ സന്തോഷപ്പെടുത്തുന്നുണ്ട്, എല്ലാവരും. ഇപ്പോൾ KR സുനിൽ എന്ന് പറയുമ്പോൾ എപ്പോഴും ആളുകൾക്ക് കൊടുങ്ങല്ലൂരുമായിട്ട് കണക്റ്റഡ് ആണ്. കൊടുങ്ങല്ലൂരുകാരല്ല, നമുക്കറിയാം കൊടുങ്ങല്ലൂർ ഭയങ്കര ലെഗസിയും ചരിത്രവും സാംസ്കാരിക കാര്യങ്ങളും. ഇപ്പം ഈ കൊടുങ്ങല്ലൂർ എന്ന് പറയുന്ന ഒരു സ്വന്തം ഇടത്തിൽ നിന്നാണ് ശരിക്കും ഷൺമുഖനെ കണ്ടെടുക്കുന്നത്. വെറുതെ ആലോചിച്ചില്ലേ നമ്മൾ അതിൻ്റെ ഒരു തുടരും എന്നുള്ള ഇതുപോലെ ആലോചിക്കല്ലേ, ഈ ഷൺമുഖൻ ഈ പടം കണ്ടു കാണുമോ? ഷൺമുഖൻ അല്ലെ ഷൺമുഖൻ ഞാൻ പറയുന്നത് നമ്മൾ ആ സാങ്കല്പിക കഥാപാത്രത്തിലേക്ക് എത്തിയ ആൾക്ക് ഈ പറയുന്നത് അത്രയും ആ മനുഷ്യനെ കൂടി ചേർത്താണല്ലോ. ആ മനുഷ്യൻ കടന്നുപോയ യാത്രകളോ ബുദ്ധിമുട്ടുകളോ അതേപടി ആവണമെന്നില്ല, അതിൽ ഒരുപാട് ഫിക്ഷണലൈസ് ചെയ്ത് പാർട്ടുണ്ട്. അങ്ങനെ സത്യത്തിൽ അതിനുശേഷം അയാളെ ആലോചിച്ചിട്ടുണ്ട്. ഞാനത് KR സുനിൽ എന്ന് പറഞ്ഞ ഒരാളോട് ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആളുകളെ പിന്തുടരുന്ന ആളാണ്. ഒരു ഫോട്ടോ പതിച്ചതിന് ശേഷം അതിൽ നിന്ന് മാറിപ്പോന്നല്ല. എത്രയോ യാത്രകൾക്ക് ശേഷമാണ് ചിലപ്പോൾ ഒരു ഫോട്ടോ എടുക്കുന്നത്, അല്ലെങ്കിൽ പോയി ഒരു 10 മിനിറ്റിലല്ല ഫോട്ടോ എടുക്കുന്നത്. ചിലപ്പോൾ അതൊരു 10 മാസത്തിന് ശേഷമായിരിക്കാം ഈ പറയുന്നൊരു കടലോര മേഖലയിൽ അല്ലെങ്കിൽ ചെല്ലാനം പോലത്തെ സ്ഥലത്തേക്ക് ഒരു ഫോട്ടോ പകർത്തുന്നത്. അപ്പോൾ ശരിക്കും ആ മനുഷ്യരെയല്ല അവരുടെ ചരിത്രവും ജീവിതമൊക്കെയാണല്ലോ പകർത്തുന്നത്. അപ്പോൾ ഈ മനുഷ്യനെ സത്യത്തിൽ ഒരു 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 പാസീവായിട്ടാണല്ലോ കാണുന്നത്. ഒറ്റ നോട്ടത്തിൽ നിന്നാണല്ലോ ഒരു സിനിമയിലേക്കുള്ള യാത്ര വരുന്നത്. അങ്ങനെ ശരിക്കും അതിൻ്റെ ഒരു തുടർച്ച, അങ്ങനെ ഒരു അതെന്താ വെച്ചാൽ അദ്ദേഹത്തിനെ പിന്നെ അന്വേഷിച്ച് പോയാൽ അദ്ദേഹം കണ്ടിട്ടുണ്ടാവും. ഞാനത് അധികം മനസ്സിലേക്ക് വരാത്തത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഞാൻ പലപ്പോഴും അന്വേഷിച്ച് പോകുന്നത് അവർക്കൊരു ഹിസ്റ്ററി അല്ലെങ്കിൽ കഥകളുള്ള ആൾക്കാർ. ചിലപ്പോൾ അവർ എന്നോട് സംസാരിച്ചിട്ടായാലും അല്ലെങ്കിൽ അവർ ജീവിച്ച വലിയൊരു ചരിത്രം ചിലപ്പോൾ അറിയപ്പെടാത്തുണ്ടാവാം. അത്തരം ആൾക്കാരാണ് അന്വേഷിച്ച് പോകുന്നത്. അവരാണ് എന്നെ ഹുക്ക് ചെയ്യുന്ന സംഭവങ്ങൾ. ഇത് ഒരു കാഴ്ച മാത്രമായിരുന്നു. ആ കാഴ്ചയിൽ അതിന് ഞാൻ മെനഞ്ഞെടുത്താലേ ചിലപ്പോൾ ആ മനുഷ്യനായിട്ട് ഞാൻ സംസാരിച്ചാൽ ചിലപ്പോൾ അത് എനിക്ക് ആവണമെന്നില്ലായിരിക്കാം. അദ്ദേഹം ആ കാഴ്ചയെന്ന് പിന്നെ എന്നെ സംബന്ധിച്ച ഒരു മുഖം മാത്രമാണ് അദ്ദേഹം. ബാക്കി നമ്മളുടെ ഇമാജിനേഷൻ ഭാവനയാണ്. അതുകൊണ്ട് ആ മനുഷ്യനെ കുറിച്ച് അധികം ഞാൻ പിന്നെ ഇഷ്ടമില്ല. ഒരുപക്ഷെ കണ്ടു കാണാം. അത് മനീഷ് പറയുമ്പോൾ ഞാൻ ആലോചിക്കണം, അദ്ദേഹം കൊടുങ്ങല്ലൂരിലെ തിയേറ്ററിൽ ഇരുന്നിട്ട് കണ്ടു കാണാം. കൊടുങ്ങല്ലൂർ തിയേറ്ററിൽ ഇരുന്ന് കണ്ട് ചിലപ്പോൾ ഈ അതിന്റെ തുടർച്ചയിൽ ആ സിനിമ ചിലപ്പോൾ കാണുമ്പോൾ ഈ പറഞ്ഞ അദ്ദേഹത്തിൽ നിന്നാണ് ഈ സിനിമ ഉണ്ടായത് എന്നുള്ളത് പോലും പിന്നീട് ചിന്തിക്കണമെന്നില്ല. പിന്നെ അത് മാത്രമല്ല, പല മനുഷ്യർ ഇതുപോലെ നിന്നിട്ടുണ്ടാവണമല്ലോ. പല മനുഷ്യരുടെ ഒരു പ്രതിനിധിയായിട്ടാണല്ലോ ഷൺമുഖനും സ്റ്റേഷനിൽ എത്തുന്നത്. അതെ അതെ. അല്ല, ഇദ്ദേഹത്തിന്റെ പോലത്തെ അല്ലെങ്കിൽ ഈ ടാക്സി ഡ്രൈവർ എന്നുള്ള രീതിയിൽ പല മനുഷ്യരുണ്ട്. അത് ഞാനത് എൻ്റെ കുറിപ്പിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാനത് ലാലേട്ടനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ രഞ്ജിത്തേട്ടനോട് ആദ്യം പറയുമ്പോൾ, രഞ്ജിത്തേട്ടനും അറിയാമായിരുന്നു ഇങ്ങനെ മനുഷ്യനാണ്, ഇങ്ങനെ ഷൺമുഖനാണ്. ലാലേട്ടനോട് പറയുമ്പോൾ ലാലേട്ടനും അറിയായിരുന്നു. ഇവരൊക്കെ ആനന്ദി ചേട്ടനോട് പറയുമ്പോൾ ആനന്ദി ചേട്ടൻ പറഞ്ഞു, ഇവർ പലപ്പോഴും ഇത്തരം ഷൺമുഖന്മാരെ കണ്ടിട്ടുണ്ട്. ഏതൊരു മനുഷ്യനും കണ്ടിട്ടുണ്ടാവും. ടാക്സി കാറിനെ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ഷൂട്ട് സമയത്തൊക്കെ എൻ്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സമയത്തിന്റെ പ്രശ്നം കൊണ്ട് ഞങ്ങൾ കട്ട് ചെയ്തതാണ്. അദ്ദേഹം ഷൂട്ടിനൊക്കെ വണ്ടി കൊടുക്കും ചില സമയത്ത്. അപ്പൊ ഈ ഫൈറ്റ് ഒക്കെ നടക്കുന്ന സമയത്ത് ഈ ഫൈറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് കാറിന്റെ മേലേക്കൊക്കെ ചാടി വീഴുമല്ലോ. അപ്പൊ ഇത് ആ സമയത്ത് ഉമ്മാര് കയറി തടയും. അപ്പൊ അങ്ങനെയൊക്കെ ഷൂട്ടൊക്കെ കൊള്ളായിട്ടുണ്ട്. പലപ്പോഴും അത്ര എക്സ്പീരിയൻസ് ഒക്കെ ലാലേട്ടൻ ഷെയർ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആന്റണി ചേട്ടൻ ഷെയർ ചെയ്തിട്ടുണ്ട്. രഞ്ജിത്തേട്ടനും അറിയാം. കാറിനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന കുറെ ആളുകളിലൂടെയാണ് ഇവരൊക്കെ കടന്നു വന്നേക്കുന്നത്. ഞാൻ സത്യത്തിൽ അധികം കണ്ടിട്ടില്ല, ഞാൻ ഈ മനുഷ്യനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അങ്ങനെ എന്റെ മനസ്സിൽ വന്നാണ് ഈ ഒരു കഥാപാത്രം. ഈ ഇപ്പൊ തുടരുന്ന പറയുന്ന സിനിമയിലേക്ക് തന്നെ വന്നു. നമ്മൾ തുടരുന്ന ബാക്കി മറ്റു കാര്യങ്ങൾ, തുടരുന്ന പറയുന്ന സിനിമയുടെ ഒരു ജേണി ശരിക്കും അത് പറയാമോ? ഇപ്പം പറഞ്ഞെടുത്ത് ഈ പറഞ്ഞ ഷൺമുഖനുണ്ട്, എന്നാൽ പോലും സിനിമ ചെയ്യാമെന്നുള്ളൊരു ഡിസിഷൻ ഉണ്ടല്ലോ. രണ്ട് വഴിയാണല്ലോ. ഇപ്പോൾ ഫൈൻ ആർട്സ്, അവിടെ സ്കൾപ്ചറാണ്, അതിനുശേഷമുള്ളൊരു ജീവിതം വരുന്നു. ബിനാല പോലുള്ള ഭയങ്കര ഇന്റർനാഷണൽ വെന്യൂവിന്റെ ഭാഗമാവുന്നു. അതിനുശേഷം പുറത്ത് പ്രദർശനങ്ങൾ വരുന്നു, റെസിഡൻഷ്യൽ കൊളാബറേഷൻസ്, ഷോസ് വരുന്നു. ഇപ്പോൾ വ്യക്തിപരമായിട്ട് ഞാൻ മനസ്സിലാക്കുന്ന ഒരു 2012 ശേഷം ഇന്റർനാഷണലി പ്ലേസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരാളാണ്, ഇന്ത്യയിൽ നിന്നുള്ള ഒരു ആർട്ടിസ്റ്റാണ് KR സുനിൽ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഒരു സിനിമ എന്നുള്ള രീതിയിലേക്ക് എങ്ങനെയാണ് ഒരു വഴിതിരിയൽ അല്ലെങ്കിൽ ഒരു ഇതുണ്ടാകുന്നത്? അതെ, എനിക്ക് എപ്പോഴും തോന്നിയുള്ളത്, സിനിമ എൻ്റെ ഒപ്പം കുറേ നാളുകളായിട്ടുണ്ട്. ഫൈൻ ആർട്സ് കാലം മുമ്പുണ്ട്. ഫിലിം സൊസൈറ്റി, കൊടുങ്ങല്ലൂർ ഫിലിം സൊസൈറ്റിയിൽ കൊടുങ്ങല്ലൂർ തിയേറ്റർ തന്നെ എത്രയാണ്. അതെ അതെ, അങ്ങനെയുണ്ട്. മാത്രമല്ല കമൽ സാറ് കൊടുങ്ങല്ലൂർക്കാണ്. അപ്പൊ ഞാൻ ഈ സിനിമയോടുള്ള ഇഷ്ടം കൊണ്ട് പലപ്പോഴും കൊടുങ്ങല്ലൂർക്ക് എൻ്റെ വീട്ടിൽ നിന്ന് നല്ല വഴി ഉണ്ടായിട്ട് കമൽ സാറിന്റെ വീട് വളഞ്ഞ വഴി, കമൽ സാറിന്റെ വീട് അടുത്ത് വേറെ റൂട്ടില്ല, സൈക്കിളിന് അതുവഴി പോകും. ഉണ്ട് കമൽ സാർ ഉണ്ടോന്ന് ഇങ്ങനെ എത്തി നോക്കും. അപ്പൊ അവരെ കാണൽ, അവരുടെ സിനിമകൾ കണ്ട് ഉള്ളടക്കം പോലെ സിനിമകൾ, കമൽ സാറിന് അവാർഡ് കിട്ടിയ
അദ്ദേഹത്തിന് കിട്ടിയ സ്വീകരണമൊക്കെ ഇങ്ങനെ ആൾക്കൂട്ടത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കണ്ടതൊക്കെ എൻ്റെ കുട്ടിക്കാലത്തെ കാഴ്ചകളാണ്. ഉള്ളടക്കം എവിടുന്ന കണ്ടു? ഉള്ളടക്കം ഉള്ളടക്കം പ്രിയപ്പെട്ട കമൽ കൊടുങ്ങല്ലൂർ. സിനിമയാണ് അതെ അല്ലേ? അതെ, പ്രിയപ്പെട്ട കമൽ സാറിൻ്റെ സിനിമയാണ്. അപ്പോൾ ഞാനത് കൊടുങ്ങല്ലൂരിൽ നിന്നാണ് കണ്ടത്. സത്യത്തിൽ കമൽ സാറിനെയൊക്കെ അന്ന് ഇടയ്ക്ക് ഞാൻ പോയി വിസിറ്റ് ചെയ്യാറൊക്കെ ഉണ്ട്. ഈ സൈക്കിളിനൊക്കെ പോയി. കമൽ സാർ ചിലപ്പോൾ തിരക്കിലൊക്കെ ആയിരിക്കും. പക്ഷേ എങ്കിലും നമുക്കുള്ളൊരു പാഷൻ തിരിച്ചറിഞ്ഞായിരിക്കും എനിക്ക് സ്പേസ് തരും. ചില തിരക്കെന്നൊക്കെ പറഞ്ഞാലും ചില കഥകളൊക്കെ പറയും അന്ന്. അപ്പോൾ ഞാനൊരിക്കൽ കമൽ സാറിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി എൻ്റെ പ്രീ ഡിഗ്രി പഠന സമയത്ത് ഒരു വർഷം ഞാൻ പ്രീ ഡിഗ്രി ആയിട്ട് പിന്നെ ഫൈൻ ആർട്സ് കോളേജിലായിരുന്നു. അപ്പോൾ അതിനിടയിലുള്ള സമയത്ത് ഞാൻ കമൽ സാറിനെ അസിസ്റ്റ് ചെയ്യാന്നുള്ള ഭയങ്കരമായി ഉള്ളടക്കം കണ്ടുള്ള ആവേശത്തിൽ അങ്ങനെ ഞാൻ കമൽ സാറിൻ്റെ അടുത്ത് ചെല്ലും. കമൽ സാറ് അപ്പോൾ പറഞ്ഞു, നീ ഫൈൻ ആർട്സ് കോളേജിൽ പോകുമ്പോൾ പോലെ അപ്പോൾ 5 വർഷം. അപ്പോൾ പുള്ളി ആലോചിച്ചു 5 വർഷം കഴിഞ്ഞിട്ട് ഇനി വരുള്ളൂ. അപ്പോൾ ഫൈൻ ആർട്സ് കോളേജ് കഴിഞ്ഞിട്ട് പോയോ, അപ്പോൾ നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പിരിഞ്ഞതാണ്. അപ്പോൾ അന്നേ എൻ്റെ മനസ്സിൽ സിനിമയുണ്ട്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ കമൽ സാർ ത്രൂ തന്നെ കമൽ സാറിൻ്റെ അന്നത്തെ അസിസ്റ്റൻ്റ് ആയിരുന്നു ലാൽ ജോസ്. അപ്പോൾ പുള്ളിക്കാരൻ കൊടുങ്ങല്ലൂർ വരും. പുള്ളി അന്ന് കൊടുങ്ങല്ലൂരത്തെ ഒരു ഇവർ അസിസ്റ്റൻസ് ഒക്കെ കൂടി ചെയ്തൊരു ഷോർട്ട് ഫിലിമിൽ ഞാനൊന്ന് എൻ്റെ ഫ്രണ്ട് ഒരു കുട്ടിക്കുണ്ട്. കുട്ടിക്ക് അന്ന് ഒരു ദിവസം ലീവായി എൻ്റെ പേരിൽ ഞാനൊന്ന് ആർട്ട് ഡയറക്ടറായിട്ട് പോയി. ഞാൻ ഫൈൻ ആർട്സ് കോളേജ് സെക്കൻഡ് ഇയർ ആണ്. അപ്പോൾ അന്ന് ആ ക്രൂവിലുണ്ടായിരുന്നതാണ് ലാൽ ജോസ്. കമൽ സാറിന് ഒരുപാട് അസിസ്റ്റൻസ് ഉണ്ടെങ്കിലും എനിക്കെന്തോ ലാൽ ജോസ് ആയിട്ട് എനിക്ക് കണക്ട് ആയത്. അപ്പോൾ പിന്നെ അതിന് ശേഷം ഞങ്ങൾ തമ്മിൽ സൗഹൃദമായി. ഞാൻ ഒറ്റപ്പാലത്തേക്ക് പുള്ളിനെ കാണാൻ പോകും. ഞാനും എൻ്റെ ഒന്നുണ്ട് സിജി, വിനോദ്, അങ്ങനെ 2 ഫ്രണ്ട്സ് ഉണ്ട്. ഞങ്ങളങ്ങനെ പുള്ളിയുടെ ഇടവേളകൾ, ഷൂട്ടിൻ്റെ ഇടവേളകൾ നിരന്തരം അങ്ങനെ ഒറ്റപ്പാലത്തേക്ക് പോയി വരവ് ശീലമായി. പുള്ളി സിനിമയുടെ കഥകൾ, എൻ്റെ എക്സ്പീരിയൻസ്, അത്ര അനുഭവങ്ങൾ ഒരു ചേട്ടൻ്റെ പോലെ അന്നും ഇന്നും എനിക്കുള്ള ഒരാളാണ്. അപ്പോൾ അത്തരം അങ്ങനെയാണ് ഈ സിനിമയിലേക്ക് കൂടുതൽ ലാൽ ജോസ് ത്രൂ ഒക്കെയാണ് സിനിമയിലേക്ക് സിനിമാ ബന്ധങ്ങൾ. പിന്നെ ലാൽ ജോസ് വഴി പരിചയപ്പെട്ട രാജീരവിയാണ്. ഇതും തുടരും തുടർച്ചയല്ലേ? അതെ അതെ. അപ്പോൾ രാജീരവിയാണ് വേറൊരു ഈ പുതിയ കാലത്തെ ഏറ്റവും പുതിയ ജനറേഷനിലെ സിനിമ സൗഹൃദങ്ങളിലേക്ക് എന്നെ എത്തിച്ചത്. അപ്പോൾ രാജീവേട്ടൻ എന്നാണ് ഞങ്ങളൊക്കെ വിളിക്കുക. അദ്ദേഹമായിട്ട് എന്താ പറയുക, ഭയങ്കര വേറൊരു അടുപ്പമാണ്. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു സൗഹൃദങ്ങൾ ഞാനിപ്പോഴും ഞാൻ ആർട്ടിസ്റ്റാണ്, ഫോട്ടോഗ്രാഫറാണ്, ഈ പറഞ്ഞ പോലെ അത്തരം സൗഹൃദങ്ങളുണ്ടെങ്കിലും എനിക്ക് എന്നെ എല്ലാ ദിവസവും ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കൂടുതലും ചിലപ്പോൾ ഒരു പക്ഷേ ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഈ സിനിമാ സൗഹൃദങ്ങളാണ്. അത് അറിഞ്ഞും അറിയാതെയും ഞാൻ ചിലപ്പോൾ സിനിമയിലെത്തും, സിനിമ ചെയ്യും, അങ്ങനെയൊന്നുമല്ല, അതുകൊണ്ടൊന്നല്ല, എന്തൊക്കെയോ കാരണങ്ങളാൽ ഈ സിനിമാ സൗഹൃദങ്ങൾ നല്ല സൗഹൃദങ്ങളായിട്ട് ഞാൻ എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കാറുണ്ട്. ഒരു കാര്യമുള്ളത്, ഇപ്പം ഈ ഫൈൻ ആർട്സിന് ശേഷമാണ് ഈ പറഞ്ഞ ആർട്ടിസ്റ്റ് ഇതിലേക്ക് പോകുന്നു. അവിടുന്ന് ഈ പറഞ്ഞ തുടരും എന്ന് പറയുന്ന ഒരു കഥ, അത് ഒരു എഴുതപ്പെട്ട രൂപത്തിലേക്ക് എത്തുന്നുണ്ടല്ലോ, എന്നിട്ടാണല്ലോ രജപുത്ര രഞ്ജിത്തിന്റെ അടുത്തേക്ക് എത്തുന്നത്. ഇതിപ്പോ നമുക്ക് പറയാം, അല്ലെങ്കിൽ ഇതൊരു സിനിമാ രൂപത്തിലായി ഇത് പറയാം എന്ന് പറയുന്നത് ഇപ്പം സംവിധായകൻ ബാക്കി കാര്യങ്ങൾക്ക് പിന്നീടാണ്. എന്നാൽ ഒരു കഥയെ അവതരിപ്പിക്കുക എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, ഈ സിനിമയുമായി ബന്ധപ്പെട്ട കുറെ ആളുകളുണ്ട്. ഇത് ആദ്യം കേട്ടത് ആരാ ശരിക്കും? ആദ്യം ഗോകുൽദാസ്. ഗോകുലിന്റെ ഫൈൻ ആർട്സ് കോളേജ് ബാച്ച്മേറ്റ് ആണ്, ഇപ്പൊ ആർട്ട് ഡയറക്ടർ. അപ്പൊ ഞാൻ എൻ്റെ എല്ലാ കഥകളും അന്ന് ഗോകുലിനോട് ഷെയർ ചെയ്യാറുണ്ടായിരുന്നു. അപ്പൊ ഗോകുൽ അപ്പൊ അവന് ആദ്യം കേട്ടപ്പോൾ അവനും ചെയ്യാനൊക്കെ താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെയാണ് ഞങ്ങൾ അവൻ്റെ സുഹൃത്തും കൂടി, അവൻ അതിന് മുമ്പ് വർക്ക് ചെയ്തില്ല, രജപുത്ര രഞ്ജിത്തിന്റെ അടുത്തേക്ക് പോകുന്നു. ആദ്യം എൻ്റെ മനസ്സിൽ അങ്ങനെ ലാലേട്ടനൊന്നും കടന്നു വന്നിട്ടുണ്ടായില്ല. ആദ്യം ലാലേട്ടനൊക്കെ എൻ്റെ സ്വപ്നങ്ങൾക്ക് മേലെയാണല്ലോ. അപ്പൊ അതിന്റെ പേരിൽ ഉള്ളടക്കം കിടക്കുക ലാലേട്ടൻ. അപ്പോൾ ഈ സ്ക്രിപ്റ്റായിട്ട് അന്ന് ഞാൻ സ്ക്രിപ്റ്റായിട്ട് എഴുതി, ഈ കൊടുങ്ങല്ലൂർ ഗസ്റ്റ് ഹൗസിൽ ഇരുന്നിട്ട് എഴുതുക. അപ്പോൾ എഴുതി അത് ബൈൻഡ് ചെയ്ത് ഞാനും ഗോകുലും രഞ്ജിത്ത് തന്നെ കാണാൻ വേണ്ടി പോയി. 2013-ലോ 12-ലോ അല്ലേ? അതിലും 2012-ലൊക്കെ കഴിക്കാം. അങ്ങനെ രഞ്ജിത്ത് ഇത് വായിച്ച് കേൾപ്പിക്കുകയാണ് തിരുവനന്തപുരത്ത് ഒരു ഹോട്ടലിൽ ഇരുന്നിട്ട്. അദ്ദേഹത്തിന് ഈ സ്ക്രിപ്റ്റ് ഭയങ്കരമായിട്ട് കണക്റ്റായി. അപ്പോൾ പറഞ്ഞത് അദ്ദേഹം ഈ ഷൺമുഖൻ്റെ പോലെ അദ്ദേഹത്തിന് പരിചയമുള്ള കുറേ ആൾക്കാരെ കുറിച്ചിട്ട് അദ്ദേഹം ഷെയർ ചെയ്യണം. അപ്പോൾ അദ്ദേഹമാണ് ഈ സിനിമ ഏറ്റെടുത്ത് ഇത് നമുക്ക് ലാലേട്ടൻ്റെ അടുത്ത് പറയാമെന്ന് പറഞ്ഞു. അന്ന് തന്നെ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളി ഭയങ്കര ഹാപ്പി. അങ്ങനെയാണ് നമ്മൾ ലാലേട്ടനിലേക്ക് എത്തുന്നത്. അത് നല്ല രസമുള്ള ഒരു അപ്രതീക്ഷിതമായ യാത്രയായിരുന്നു. അവിടെ നിന്ന് ഇപ്പം പല ഭാഗങ്ങളും പറഞ്ഞു, എന്നാൽ പോലും ഈ നമ്മൾ ഉള്ളടക്കത്തിലെ നായകനാണല്ലോ, അല്ലെങ്കിൽ ഉള്ളടക്കം മുതലുള്ള കെയർസുൽ എന്ന് പറയുന്ന ആർട്ടിസ്റ്റ്, കെയർസുൽ എന്ന് പറയുന്ന ഫോട്ടോഗ്രാഫർ, കെയർസുൽ എന്ന് പറയുന്ന ഹ്യൂമൻ ബീങ്, മൂവി ബഫ്, ഇതെല്ലാം ചേർന്ന് കണ്ട മോഹൻലാൽ ഉണ്ടല്ലോ. അതിൽ നിന്ന് മോഹൻലാലിന് മുന്നിൽ കഥ പറയാണല്ലോ. ഈ ഉള്ളടക്കമൊക്കെ പോലെ അന്ന് മോഹൻലാലിൻ്റെ ഒരുപാട് സിനിമകൾ മനസ്സിൽ കൊണ്ടെടുക്കുന്ന കാലമാണല്ലോ. അപ്പോൾ അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സിനിമ വെള്ളമൊന്ന്, നമുക്ക് പേർക്കാൻ മുന്തിരിത്തോപ്പുകളാണ്. ഒരുപാട് ഇഷ്ടമുള്ള സിനിമയാണ്. പല കാരണങ്ങളുണ്ട്. മോഹൻലാൽ, എൻ്റെ കഥ, സംവിധാനം, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വേണു സാറ് ഷൂട്ട് ചെയ്തത്, അപ്പോൾ അങ്ങനെ കുറേ ഘടകങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുമായിരുന്നു. എൻ്റെ വീട്ടിൽ എൻ്റെ പുസ്തകം ഇരിപ്പുണ്ട്, കുറേ സ്ക്രിപ്റ്റുകൾ അടങ്ങിയ ഒരു വലിയ പുസ്തകം.
അത് മറ്റു പുസ്തകങ്ങളെ അപേക്ഷിച്ച് അത് കുറച്ചും കൂടി നിറം മങ്ങിയതാണ്. ആ കാലത്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് ഏത് പേജ് വേണമെങ്കിലും നോക്കിക്കുക, ഏത് സീൻ വേണമെങ്കിലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്ക് ആദ്യം തന്നെ തുടങ്ങണ്ട, പിന്നെ എപ്പോഴെങ്കിലും വായിക്കുമ്പോൾ ഏതെങ്കിലും സീനിൽ തുടങ്ങിയാൽ പോലും ഞാൻ അതിൽ പെട്ടു പോകാറുണ്ട്. കണക്ട് ആവും. എനിക്ക് ഭയങ്കര ഇഷ്ടം, എന്തുകൊണ്ടോ എനിക്ക് ആ സിനിമ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ വായിച്ച് പിന്നീട് ഞാൻ സ്ക്രിപ്റ്റ് എഴുതി അത് പോയി പറയുന്ന അതിൽ തന്നെ നായകൻ്റെ അതെന്നെ എന്താ പറയുക, ഭയങ്കര സന്തോഷം ഉണ്ടാക്കിയിട്ടുള്ള നിമിഷമാണ്. അതിൽ വെറുതെ ചോദിക്കുന്നത് ഇപ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് ഫാക്ടർ ആണോ? ഇപ്പം മോഹൻലാൽ അല്ല, മോഹൻലാൽ വീട്ടിൽ വെച്ചാണ് കഥ പറയുന്നത് അല്ലെ, അതെ. ലൊക്കേഷനിൽ പോകാനിരുന്നു, പക്ഷേ ലൊക്കേഷനിൽ ഷൂട്ട് ബ്രേക്ക് ആയ സമയത്ത് വീട്ടിൽ പോയി കഥ, അപ്പോൾ വീട്ടിൽ പോയി കഥ പറയുന്നു. നമുക്ക് വളരെ ഭയങ്കര കൂളായിട്ട് കഥ പറയാൻ പറ്റുന്ന ഒരു മൊമെന്റ് ആയിരുന്നു. ഇപ്പം എനിക്കറിയാവുന്ന ഒരു തീവ്ര സൗഹൃദത്തിന് ഭയങ്കര ആത്മബന്ധം, നമ്മൾ ഈ ഏറ്റവും ഒടുവിൽ വന്ന ഫോട്ടോസൊക്കെ കാണുന്ന സമയത്ത് ഈ തുടരും എന്ന് പറയുന്ന ക്രൂ ആയിട്ട് അത്രയും ക്ലോസ് ആയിട്ടുള്ള വ്യക്തിപരമായിട്ട് കടുപ്പുണ്ടായ ഒരാളെ മോഹൻലാൽ മാറിയിട്ടുണ്ട്. ഈ ആദ്യത്തെ കഥ പറച്ചിൽ അങ്ങനെ ഒരു ഐസ് ബ്രേക്കിംഗ് മൊമെന്റ് ഒക്കെ ഉണ്ട്. എങ്ങനെയാണത്? ഭയങ്കര ഈസി ആയിരുന്നോ നേരെ പോയി കഥ പറയാൻ പറ്റുന്നത്? അത് ഈസി ആയിരുന്നു വേണമെങ്കിൽ പറയാം. ആദ്യം ഞാൻ ഗോകുലുമാണ് പോയത് അതിൻ്റെ ഒരു ആദ്യ കഥാരൂപം പറയാനായിട്ട്. പിന്നെ സ്ക്രിപ്റ്റായിട്ട് ഞാൻ സ്ക്രിപ്റ്റിൻ്റെ ആദ്യ രൂപം എഴുതിയതിന് ശേഷം ഞാൻ പോയത്, ഞാൻ മനീഷ് പറഞ്ഞ പോലെ ഞാൻ വീട്ടിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഷൂട്ടുണ്ടായി, സത്യേൻ്റെ പടം നടക്കുമ്പോഴായിരുന്നു. പക്ഷേ അന്ന് എന്തോ ഉച്ചയ്ക്ക് ശേഷം ബ്രേക്കായി, അങ്ങനെ പോയി. അദ്ദേഹം ആൻ്റണി ചേട്ടനുമായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ കുറച്ച് ടെൻഷൻ അടിച്ചിട്ട് ടെൻഷനൊക്കെ മറച്ചു വെച്ചിട്ടാണ് പോയത്. പക്ഷേ ഞാൻ സ്ക്രിപ്റ്റ്, പക്ഷേ അദ്ദേഹം പറഞ്ഞു സ്ക്രിപ്റ്റ് നീ പറയാൻ പറഞ്ഞു. അന്നത് എഴുതുന്ന സമയമല്ലേ, അപ്പോൾ ഓരോ ഡയലോഗ് അടക്കം മനസ്സിലിങ്ങനെ ഉണ്ട്. അത് എല്ലാ ദിവസവും മനസ്സിൽ പേപ്പറൊന്നല്ലാതെ പറഞ്ഞു. അല്ലാതെ പറഞ്ഞു. അപ്പോൾ ആ മനുഷ്യൻ അതിൽ 1-2 സീൻ കഴിയുമ്പോൾ അദ്ദേഹം അതിൽ ഇന്നായി, നമുക്ക് മനസ്സിലാവും, നമുക്ക് മുന്നിലിരിക്കുന്ന ആൾ. അത് പിന്നെ പറയും തോറും അത് ഓരോ സീനുകളിലൂടെ കടന്നു പോകും തോറും അദ്ദേഹം കൂടുതൽ ഇന്നാവുകയും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അതിലായെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം എൻ്റെ ഉള്ളിലെ പേടിയൊക്കെ അങ്ങ് പോയി. വലിയൊരു മനുഷ്യനോടല്ലേ നമ്മൾ പറയാൻ പോകുന്നത്, നമുക്ക് ശീലമില്ലാത്തതാണ്. അങ്ങനെ അത് പറഞ്ഞു. അത് അങ്ങനെയാണ് അത് പറഞ്ഞു തീർത്തത്. എല്ലാം പറഞ്ഞു തീർത്തു. അതിനവസാനം എനിക്ക് മനസ്സിലായി അദ്ദേഹത്തിന് ഇഷ്ടമായി. അദ്ദേഹം പല രീതിയിൽ നമ്മളോട് ഷെയർ ചെയ്യണ്ടായിരുന്നു. എപ്പോൾ ചെയ്യാമെന്ന് മാത്രം പറഞ്ഞില്ല. ആന്റണി ചേട്ടനായാലും ലാലേട്ടനായാലും അത് മറക്കാനാവാത്തൊരു ദിവസമാണ്, അനുഭവമാണ്, ഒക്കെയാണ്. ഈ തരുൺ റിലീസിന്റെ തലേ ദിവസം ഇട്ട പോസ്റ്റിൽ അറിയാം, തരുണിന്റെ ഒരു ആഹാര സബലീകരണം എന്ന് പറയുമ്പോൾ അതിൽ എന്നേക്കാൾ മുൻപേ ലാലേട്ടൻ്റെയും രഞ്ജിത്തേട്ടൻ്റെയും സുനിലേട്ടൻ്റെയാന്ന് പറയുന്നത്. അതായത് തരുണ് മുൻപേ നിങ്ങൾ യാത്ര തുടങ്ങിയതാണ് ഈ സിനിമയുടെ കാര്യത്തിൽ. ഈ സിനിമയുടെ കാര്യത്തിൽ ഇപ്പം ഈ സിനിമ ഇത്ര കണ്ട് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ശരിക്കും ഈ പറഞ്ഞ ഈ ഒരു സിനിമയെ സംബന്ധിച്ചുള്ള ദീർഘകാലയളവാണ് അല്ലെ, ഒരു 8 വർഷത്തോളം എന്നൊക്കെ പറയുന്ന, അത് സിനിമയ്ക്ക് അത്രത്തോളം ഗുണം കിട്ടി. ഈ സിനിമയ്ക്ക് പിന്നിലുള്ള യാത്ര ഒരുപാട് പുതിയ കാര്യങ്ങൾ സംഭവിക്കുകയാണല്ലോ സിനിമയിൽ. ഇപ്പം നമ്മൾ പറയുന്ന ഏറ്റവും ഒടുവിൽ കാസ്റ്റ് ചെയ്യപ്പെട്ട പ്രകാശ് വർമ്മ പോലും ഏറ്റവും വലിയ ഞെട്ടലുണ്ടാക്കി. മലയാള സിനിമ സമീപ വർഷങ്ങളിൽ കണ്ട ഏറ്റവും, അല്ലെങ്കിൽ ഈ താഴ്വാരത്തിലെ സലീം ഗൗസിനെയൊക്കെ പോലുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഫാക്ടറായിട്ട് ആളുകൾ പറയുമ്പോൾ നിങ്ങളുടെ ഈ മറ്റേ യാത്രയുടെ ദൈർഘ്യം എന്ന് പറയുന്നത് സിനിമയ്ക്ക് എത്രത്തോളം ഗുണകരമായി എന്ന് തോന്നുന്ന അവസ്ഥയിലാണല്ലോ ഇപ്പോഴുള്ളത്. ശരിക്കും അങ്ങനെ ഒരു ഈ താരതമ്യേന ഒരു 3-4 സിനിമയ്ക്ക് വേണ്ട ദൂരമാണല്ലോ ഒരു സിനിമയ്ക്ക് വേണ്ടി ചെയ്തത്. അതെ, സത്യത്തിൽ ഒരു ദിവസം ലാലേട്ടനും ആന്റണി ചേട്ടനും തരുണും രഞ്ജിത്തേട്ടനൊക്കെ ഇരിക്കുമ്പോൾ ആന്റണി ചേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ലാലേട്ടൻ്റെ കരിയറിലെ ഏറ്റവും കൂടുതൽ കാലം ഹോൾഡ് ചെയ്ത കഥ നിന്റെയാണ്. അദ്ദേഹം അത്രയും ഇഷ്ടപ്പെട്ടതിൻ്റെ പേരിലായിരിക്കുമല്ലോ ചെയ്യാൻ കാരണം. അത് പല രീതിയിലും ഞാൻ പിന്നീട് റീവർക്ക്, ഞാൻ തന്നെ 2-3-4 ഡ്രാഫ്റ്റുകൾ പലപ്പോഴായിട്ട് ചെയ്തു. പിന്നീട് ഒരു കൃത്യമായൊരു ഡയറക്ടറിലേക്ക് എത്താത്തതിൻ്റെ പേരിലാണ് അങ്ങനെ വെച്ചുകൊണ്ടിരുന്നത്. പലരും അന്വേഷിച്ച് വന്നിരുന്നു. പക്ഷേ രഞ്ജിത്തേട്ടൻ ആദ്യമേ തന്നെ ഞങ്ങളൊപ്പം ഉണ്ട്. രഞ്ജിത്തേട്ടൻ വളരെ, ലാലേട്ടൻ ഇത്രമാത്രം ഈ കഥ ഇഷ്ടപ്പെട്ടു, അത്ര തന്നെ രഞ്ജിത്തേട്ടൻ ഇത് മനസ്സിൽ കൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ പ്രോപ്പറായിട്ടുള്ള കൃത്യമായിട്ടുള്ളൊരു ഡയറക്ടറിലേക്ക് എത്താൻ വേണ്ടി വെയിറ്റ് ചെയ്യും. അങ്ങനെയാണ് തരുണിലേക്ക് എത്തിയത്. തരുണിലേക്ക് എത്തിയതിന് ശേഷമാണ് ഇതിന് ഇപ്പോൾ കാണുന്ന രീതിയിൽ ഞങ്ങൾ ഒരുമിച്ച് റീവർക്ക് ചെയ്തത്. അത്രയും നാൾ സ്ക്രിപ്റ്റ് അവിടെ ഇരിക്കുകയായിരുന്നു. അതിനുശേഷം തരുണാണ് ഇതിനെ ഈ കാണുന്ന രീതിയിൽ, ഈ ഒരു തരുണിൻ്റെ അസിസ്റ്റൻസ് നല്ല മോഹിത്തുണ്ട്, പിന്നെ സനു, ആൽവിൻ, അങ്ങനെ കുറച്ച് നല്ല ടീമുണ്ട്. അപ്പോൾ അവരായിട്ടുള്ള നിരന്തരമായ ഡിസ്കഷൻ, രഞ്ജിത്തേട്ടനായിട്ടുള്ള ഡിസ്കഷൻ, സിനിമയാവാൻ പോകുമല്ലോ, നിങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചു. ഞാൻ എൻ്റെ ബിനാലെ, അതെ, എൻ്റെ ചവിട്ടുനാടകം സീരീസ് എക്സിബിഷൻ സമയത്താണ് തരുൺ വന്ന് കാണുന്നത്, രഞ്ജിത്തേട്ടൻ പറഞ്ഞിട്ട്. അങ്ങനെ അതിനുശേഷം നമ്മൾ ഒരുമിച്ചുണ്ട്. അതിനുശേഷമാണ് ഈ കാണുന്ന സിനിമയുടെ ഈ രൂപത്തിലേക്ക് ഈ സ്ക്രിപ്റ്റ് എത്തിച്ചേർന്നതും ഈ സിനിമയായതും ഈ 2 വർഷമാണ്. ഏപ്രിൽ 25 ഈ സിനിമ എത്തുന്ന സമയത്ത് സൗദി വെള്ളയ്ക്കും ഇതിനും ജാവയ്ക്കും ശേഷമുള്ള ഒരു തരുൺമൂർത്തി പടം എന്നുള്ള രീതിയിൽ കൂടിയാണ് ഇത് വരുന്നത്.
മറ്റു പല സംവിധായകരോടുള്ള ഒരു ആലോചനയിലേക്ക് വന്നിട്ടുണ്ട്. മറ്റു പല സംവിധായകർ ഇതിൻ്റെ ഭാഗമാകുന്നുള്ള വാർത്തകളും ചർച്ചകളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പൂർണ്ണമായിട്ടും നമ്മളിപ്പോൾ കാണുന്ന ആദ്യമായിട്ട് മോഹൻലാൽ കേട്ട KR സുനിലിൻ്റെ കഥയിൽ നിന്നും തിരക്കഥയിൽ നിന്നും ഇപ്പോഴത്തെ ഫോർമാറ്റിൽ നമ്മൾ തിയേറ്ററിൽ കാണുന്നത് നിങ്ങളുടെ ഒരു കൊളാബറേറ്റീവ് റൈറ്റിംഗ് ഉണ്ട്. തരുൺ മൂർത്തിയുടേതായ ഒരു സിഗ്നേച്ചർ ഫിലിം മേക്കിംഗ് സംഗതിയുണ്ട്. ഇപ്പോഴത്തെ തുടരും എന്നുള്ളത് തരുൺ കൂടി വന്നതിന് ശേഷം സംഭവിച്ച ഒന്നാണല്ലോ. ആ ഒരു തരുണിലേക്കുള്ള വരവ് എന്തായിരുന്നു? കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് സൗദി വെള്ളക്ക് വളരെ പ്രിയപ്പെട്ട സിനിമകളിലൊന്നാണ് അന്ന് കണ്ടപ്പോൾ. ഞാൻ കൊടുങ്ങല്ലൂർ എൻ്റെ കഴിഞ്ഞ ബിനാലെ സമയത്തുള്ള എക്സിബിഷൻ ചവിട്ടുനാടക എക്സിബിഷൻ്റെ തയ്യാറെടുപ്പുകൾക്കിടയിലാണ് കൊടുങ്ങല്ലൂർ വെച്ച് ഒരു ദിവസം ഒരു ന്യൂസ് ഷോ സൗദി വെള്ളക്കാണ്. സൗദി വെള്ളക്ക് എന്നെ സംബന്ധിച്ചൊന്നും പ്രത്യേകിച്ച് ഒരു സിനിമ കാണാൻ പോവാം. ഞാൻ അന്ന് തരുണ്ട അതിനു മുമ്പുള്ള സിനിമ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അധികം ആർട്ടിസ്റ്റുകളൊന്നും ഇല്ലാത്ത യാതൊരു പ്രത്യേകതകളും ഇല്ലാത്ത ഒരു സിനിമയാണ് ഞാൻ പോയപ്പോൾ. പക്ഷേ ആ സിനിമ എന്നെ ഭയങ്കരമായിട്ട് ആ സിനിമയിലെ പല സീനുകളും പല കഥാപാത്രങ്ങളും കഥാസന്ദർഭങ്ങളും ഭയങ്കരമായിട്ട് ഉള്ളിൽ കിടന്നു ആ തിയേറ്ററിൽ നിന്ന് വന്നിട്ടും. അപ്പോൾ എനിക്ക് മനസ്സിലായി ഡയറക്ടർ കൊള്ളാലോ. അതായത് ജീവിതത്തിന് ഇപ്പം എൻ്റെ ഫോട്ടോഗ്രാഫി സീരീസിലൊക്കെ ഞാൻ അന്വേഷിച്ച് പോകുന്ന മനുഷ്യരും ജീവിതം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് അത്തരം സിനിമകൾ കാണാൻ. ഉമ്മ ഏതാണ്ട് KR സുനിൽ ഫോട്ടോ എടുക്കാൻ സാധ്യതയുള്ള ആളാണ്. അതെ അതെ നേരെ തന്നെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പം അങ്ങനെ ഒരു സംഭവം ആ മനുഷ്യനിൽ ഉണ്ടെന്ന് തോന്നി ഡയറക്ടറിൽ. അപ്പോൾ ഞാൻ പിന്നെ തരുണ്ട് ഒരു ഇൻ്റർവ്യൂ കണ്ടു. ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ സൗദി വെള്ളക്കട എൻ്റെ സ്റ്റോറി ആയിട്ടിട്ടു. എനിക്ക് ആ ഡയറക്ടറോടും ആ സിനിമയോടും ഒരു ഇഷ്ടം തോന്നിയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ എക്സിബിഷനിലേക്ക് കിടക്കുകയായിരുന്നു. 3 മാസം നീണ്ടുക്കുന്ന ബിനാലെ സമയത്ത് റിയാസ് കോമി ക്യൂറേറ്റ് ചെയ്തൊരു ഷോ ആയിരുന്നത്. അങ്ങനെ ആ സമയത്താണ് രഞ്ജിത്തേൻ്റെ വിളി വന്നത്, പ്രൊഡ്യൂസർ. അപ്പോൾ തരുൺ മൂർത്തി കഥ കേട്ടു. അപ്പോൾ തരുണത് ഇഷ്ടമായിട്ടുണ്ട്. തരുൺ സുനിലിനെ കാണാൻ വേണ്ടി വരും. അങ്ങനെ അടുത്ത ദിവസങ്ങളിൽ തന്നെ തരുൺ എൻ്റെ എക്സിബിഷൻ നടക്കുന്ന മട്ടാഞ്ചേരിയിലേക്ക് എത്തുകയാണ്. അപ്പോൾ തരുണിൻ്റെ സുഹൃത്തുക്കൾ അസിസ്റ്റൻസ് ആയിട്ടും വരുന്നത്. അപ്പോൾ വന്ന് എനിക്ക് അതിന് തരുണിനെ കണ്ടപ്പോൾ തന്നെ തരുണോട് സംസാരിച്ചപ്പോൾ തന്നെ തരുണായിട്ടുള്ളൊരു വൈബ്, അതായത് ചില മനുഷ്യരോട് പെട്ടെന്ന് അടുക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യനാണ് തരുൺ. അന്ന് തുടങ്ങി ഇപ്പോഴും തരുൺ അങ്ങനെയാണ്. അതായത് ഒരു മനുഷ്യൻ എന്നുള്ളൊരു കലാകാരൻ എന്നുള്ള രീതിയിൽ മാത്രമല്ല, നമ്മൾ പല ആൾക്കാരെയും കണ്ടിട്ടുണ്ട്. നല്ല ആർട്ടിസ്റ്റുകളായിരിക്കും, നല്ല, പക്ഷെ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ ഭയങ്കര ക്വാളിറ്റി ഒന്നും ചിലപ്പോൾ നമുക്ക് വളരെ അടുത്താൽ ഉണ്ടാവണമെന്നില്ല. പക്ഷെ തരുൺ അങ്ങനെയല്ല. തരുൺ വ്യക്തി എന്നുള്ള രീതിയിലും തരുണും തരുണിൻ്റെ ഫാമിലിയും എല്ലാവരും. അപ്പോൾ അവനായിട്ട് പെട്ടെന്ന് ഈ കഥ ഡിസ്കസ് ചെയ്ത് തുടങ്ങിയപ്പോഴും കഥയെ കുറിച്ച് ഞങ്ങൾ പല കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോഴും ഈ തരുണിന് ഇതിനോടുള്ള സമീപനം, അല്ലെങ്കിൽ സിനിമയോടുള്ള മനുഷ്യന്മാരോടുള്ള സമീപനം പെട്ടെന്ന് കണക്ട് ആയി ഞങ്ങൾക്ക്. അപ്പോൾ വളരെ അടുത്ത ദിവസം തന്നെ ഞാനിപ്പോൾ എൻ്റെ എക്സിബിഷൻ കഴിയാൻ ഒരു മാസം കൂടി ഉണ്ടായിരുന്നു ആ സമയത്ത്. അത് കഴിഞ്ഞതിന് ശേഷം ഞാനും തരുണും എഴുത്തിൻ്റെ പരിപാടികളിൽ കിടക്കുകയായിരുന്നു. അപ്പോൾ തരുൺ വന്നതിന് ശേഷമാണ് ഇപ്പോൾ കാണുന്ന സിനിമയുടെ ഒരു വലുപ്പത്തിലേക്ക് ആ സ്ക്രിപ്റ്റ് പോയത്. ഞാൻ തരുണിനോട് പറഞ്ഞു, ഞാൻ എഴുതിയ അവസാനത്തെ ഡ്രാഫ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, തരുണേ അതവിടെ ഇരിക്കട്ടെ, നമുക്ക് എനിക്കറിയാം തരുണിൽ എനിക്ക് ഭയങ്കര വിശ്വാസമുണ്ടല്ലോ, തരുൺ ഡയറക്ടറിലും റൈറ്ററിലും നമുക്കൊരു പുതിയ സംഭവം ഉണ്ടാക്കാം. അപ്പോൾ എൻ്റെ ഓൾറെഡി ഉണ്ട്. പിന്നെ തരുണിൻ്റെ ഇത് കേൾക്കുമ്പോൾ തരുൺ എന്താണ് പുതിയ സംഭവങ്ങൾ വരിക, രണ്ടും കൂടി ബ്ലെൻഡ് ചെയ്തിട്ട് നമുക്ക് ഒരു പുതിയ സ്ക്രിപ്റ്റിലേക്ക് പോകാമെന്ന്. അങ്ങനെ ഞാൻ തരുണും സമ്മതമായിരുന്നു. അങ്ങനെയാണ് എഴുത്ത് തുടങ്ങി. ആ എഴുത്താണ് ഇവിടെ തുടരും. അതായത് നമ്മൾ അന്ന് വെച്ച ഡ്രാഫ്റ്റിൽ നിന്ന് പുതിയൊരു ആലോചനയും പുതിയ ഡ്രാഫ്റ്റിലേക്കും വരികയാണ്. പൂർണ്ണമായിട്ടും പുതിയ രീതിയിലാണ് വർക്ക് ചെയ്തത്. പുതിയ കാലത്ത് സിനിമ ആയിരിക്കണല്ലോ എപ്പോഴും. ഞാനത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയതാണ്. ഇതുകൊണ്ട് ഇപ്പോൾ പുതിയതായിരിക്കണല്ലോ. ആ പുതുമയാണ് ഈ സിനിമ ഇങ്ങനെ ഇത്ര സക്സസ് ആക്കിയത്. ഇതിന്റെ ഏറ്റവും സംഗതി എന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത്, നിങ്ങളുടെ തയ്യാറെടുപ്പ് ഉണ്ടെങ്കിൽ പോലും നമുക്കിത് ഷൂട്ട് ചെയ്യാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അതൊരു 30 ദിവസത്തെ അകലേ ഉള്ളൂ. ഷൂട്ടിന് റെഡി ആയത്, അതായത് ഷൂട്ട് ചെയ്യാൻ പോകുന്ന പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു മാസത്തിന് മുമ്പാണല്ലോ ഇത് ഷൂട്ടിലേക്ക് കിടക്കുന്നത്. ഈ സമയത്തിനുള്ളിൽ സംഭവിച്ച കാസ്റ്റാണ് നമ്മൾ ഈ കാണുന്നത്. നമ്മൾ ഇന്ന് തിയേറ്ററിൽ കാണുന്ന എല്ലാവരും ജോർജ് മാത്തൻ എന്ന് പറയുന്ന പോലീസ് ഓഫീസർക്ക് ആളുകൾ ഇളകി മറിഞ്ഞ് കൈയടിക്കുന്നുണ്ടെങ്കിൽ തിയേറ്ററിന് ശേഷം ഇതാരാണെന്ന് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഈ പറഞ്ഞ ഒരു മാസം എന്ന താരതമ്യേന സിനിമയെ സംബന്ധിച്ചോളം, ഇത്ര വലിയ സിനിമയെ സംബന്ധിച്ചോളം ചെറിയ കാലയളവിൽ സംഭവിച്ചതാണ്. ആദ്യം ചോദിക്കാനുള്ളത് പ്രകാശ് വർമ്മ ഞങ്ങളോടും പറഞ്ഞിട്ടുണ്ട് ഈ KR സുനിലായിട്ടുള്ള അടുപ്പത്തെക്കുറിച്ചും ഈ പക്ഷെ അവിടെ ഒരു ഭയങ്കര സർപ്രൈസിങ് ആയിട്ട് നിങ്ങൾ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവന്ന പോലെയാണല്ലോ യാത്ര വരുന്നത്. വർമ്മനെ പറ്റിച്ചാണ്. എന്നുവെച്ചാൽ വർമ്മ ഭയങ്കര രസമുള്ള മനുഷ്യനാണ്. ഈ സിനിമയ്ക്ക് ശേഷം സിനിമ നടക്കുമ്പോൾ എൻ്റെ ഏറ്റവും അടുത്തുള്ള ഒരു എന്തും ഷെയർ ചെയ്യാവുന്നൊരു മനുഷ്യനാണ്. അപ്പോൾ വർമ്മ ഇതിലേക്ക് എത്തുന്നത് ഷൈജു ഖാലിദ് വഴിയാണ് ഞാനായിട്ടുള്ള സൗഹൃദം. ഷൈജു എൻ്റെ സുഹൃത്താണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമാറ്റോഗ്രാഫറാണ്. അപ്പോൾ ഷൈജു എൻ്റെ മഞ്ജുക്കാർ സീഫെയർസ് ഓഫ് മലബാർ, പണ്ട് ഞാൻ ഉരുവിൽ ചെയ്ത സീരീസ് ഷൈജുവിന് ഇഷ്ടമാണ്. ഷൈജു എൻ്റെ കാറ്റലോഗ് ഉണ്ട് വിദേശത്ത് നിന്ന് പ്രിന്റ് ചെയ്ത്. അത് ഷൈജു ഒരു ആഡ് ഷൂട്ട് ചെയ്യാൻ പോയപ്പോൾ വർമ്മയ്ക്ക് വേണ്ടി ചെയ്യാൻ പോയപ്പോൾ വർമ്മയ്ക്ക് കൊടുത്തു. വർമ്മ അത് വായിച്ചു, ഞാൻ അറിയില്ല. വർമ്മ അത് വായിച്ചു. അത് കണ്ട് ഷൈജു എന്നെ വിളിക്കുകയായിരുന്നു, വർമ്മയ്ക്ക് നിന്നെ ഒന്ന് കാണണം.
അപ്പോൾ ഒന്ന് വരുമോ? വർമ്മയ്ക്ക് പൂത്തോട്ടയിൽ ഒരു സ്പേസ് ഉണ്ട് എറണാകുളത്ത്, നക്ഷത്രമാന. ആ നക്ഷത്രമാന. അപ്പോൾ അവിടെ വരുമ്പോൾ നമുക്ക് ഒരുമിച്ച് പോയാലോ? ഓ, എനിക്ക് സന്തോഷമാണ്. വർമ്മനെ സംബന്ധിച്ച് ഭയങ്കര അകലെയുള്ള വർമ്മയുടെ വർക്കുകളൊക്കെ കണ്ട് ഇങ്ങനെ വണ്ടറായിട്ട് പിന്നെ അവിടെ ഒരു ഫൈൻ ആർട്സിലെ KR സുനിലും ഈ ഒരു കണക്ഷൻ കൂടി ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു കണക്ഷൻ. അതെ മാത്രമല്ല, പിന്നീട് ഞാൻ വർമ്മനോട് സംസാരിച്ചു, എനിക്ക് അപ്ലൈർ ആർട്ടിസ്റ്റ് ആവാനായിരുന്നു ഏറ്റവും ഇഷ്ടം. അഡ്വർടൈസും ആ ഏരിയ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാൻ ഷൈജുവും കൂടി വർമ്മയെ കാണാൻ വേണ്ടി പോയി. അങ്ങനെയാണ് എൻ്റെ വർമ്മയ്ക്ക് അത് ആ പ്രോജക്റ്റിൽ വേറെ ചില താല്പര്യങ്ങൾ, അദ്ദേഹത്തിന് അതിൻ്റെ അകത്ത് സിനിമ സാധ്യതയൊക്കെ പുള്ളി എന്നോട് അന്ന് സംസാരിച്ചിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം. പിന്നീട് വർമ്മ ഇവിടെ വരുമ്പോൾ വിളിക്കാറുണ്ട്, ഞങ്ങളറിയി കാണാറുണ്ട്. പിന്നീട് ലാലേട്ടൻ ഡേറ്റ് പെട്ടെന്നായിരുന്നു ലാലേട്ടൻ ഈ സിനിമയിലേക്ക് ചെയ്യാൻ തീരുമാനിക്കുന്നു. 1 മാസം കഴിഞ്ഞ ഷൂട്ട്. അങ്ങനെ എനിക്ക് ആഗ്രഹമുണ്ട്. എന്നെ സംബന്ധിച്ച് ജോർജ് മാത്തൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ആദ്യമേ വന്ന സമയം തുടങ്ങി എൻ്റെ മനസ്സിൽ എനിക്ക് രൂപപ്പെടാൻ എൻ്റെ റെഫറൻസ് MTയുടെ ഒരു കഥാപാത്രമാണ്. അതായത് ഭരതൻ ചെയ്തിട്ടുള്ള താഴ്വാരത്തില സലീം ഗൗസ് ചെയ്ത കഥാപാത്രം. അത് എന്നെ ഒരുപാട് എൻ്റെ പ്രിയപ്പെട്ട സിനിമകളിലൊന്നാണ്. അതും വേണുസാറാണ് ഷൂട്ട് ചെയ്തത്. അപ്പം ഈ കഥാപാത്രത്തിനെ സൃഷ്ടിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരു റെഫറൻസ് ആയിട്ട് അതുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ചിരി, ഭയങ്കര ആത്മസുഹൃത്ത് പോലത്തെ ഒരാൾ പിന്നീട് വില്ലനായി മാറുന്ന, അത് തന്നെയാണ് ഇവിടെ ജോർജ് മാത്തനിലും. ആദ്യം ഇയാളായിട്ട് ഭയങ്കരമായിട്ട് സൗഹൃദം, എപ്പോഴും ചിരിക്കുന്ന, പിന്നീട് അവസാനം കൊടും വില്ലനായി മാറുന്ന ഒരാൾ. അങ്ങനെയാണ്. അപ്പോൾ ഇത് ഇവിടെയുള്ള സ്ഥിരം വില്ലൻ വേഷം ചെയ്യുന്ന ആൾക്കാർ ചെയ്യരുതെന്ന് എനിക്ക് അന്നും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തരുണിനോട് പറയാറുണ്ട്, രഞ്ജിത്ത് തരുണും ഓക്കെ ആയിരുന്നു. അപ്പോൾ ലാലേട്ടനായിട്ട് സംസാരിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞിരുന്നു, നമുക്ക് താഴ്വാരൊക്കെയാണ് നമ്മൾ റെഫറൻസ്, നമുക്ക് പുറമേ നിന്നുള്ള ഒരാൾ സലീം ഗൗസ് പോലെ ഒരാൾ വേണമെന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ ഷൂട്ട് തുടങ്ങാനായിട്ട്. 1 മാസമേ ഉള്ളൂ. അപ്പോൾ 1 മാസം കൊണ്ട് കുറേ കാര്യങ്ങൾ, ലൊക്കേഷൻ കണ്ടെത്തണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. അതിനിടയ്ക്ക് ഈ ആർട്ടിസ്റ്റുകളെ എല്ലാം റെഡിയായി, ശോഭനെ കണ്ടെത്തി, അത് ചെയ്ത് ഇത് ചെയ്ത് കുറേ കാര്യങ്ങൾ. പക്ഷേ ഇദ്ദേഹം മാത്രം റെഡി ആയില്ല. സാറിന് ഷൂട്ടിന് കുറച്ച് 10-20 ദിവസം ഉള്ളപ്പോൾ ഹിന്ദിയിൽ നിന്നുള്ളൊരു ആർട്ടിസ്റ്റിനെ ഇവർ കണ്ടെത്തി. അപ്പോൾ അദ്ദേഹത്തിന് മുഖം കണ്ടപ്പോൾ ഞാൻ തരുണിനോട് പറഞ്ഞു, എടാ ഇത് എൻ്റെ മനസ്സിലുള്ള ഒരു ജോർജ് മാത്തൻ്റെ മുഖമല്ല, ഇത് ഒരു കൃത്യമായൊരു മലയാളിത്വം അല്ലാത്തൊരു മുഖമാണ്. പക്ഷെ അവരെന്തുകൊണ്ടാന്ന് വെച്ചാൽ അവർ സിനിമ നടക്കണമല്ലോ, ചേച്ചി നമ്മൾ മലയാളികളെ ആൾ വേണ്ടാന്നുണ്ടായിരുന്നു. അങ്ങനെ അത് ഈ കാസ്റ്റിംഗ് ബോർഡ് നമ്മൾ വർക്ക് ചെയ്യുന്ന സ്പേസിൽ വെച്ചിട്ടുണ്ടാവും. ബാക്കിയെല്ലാം മോഹൻലാൽ, ശോഭന, എല്ലാ ആർട്ടിസ്റ്റുകളുടെ ചിത്രങ്ങളുടെ ഇടയിൽ ഇദ്ദേഹത്തിൻ്റെ ചിത്രം കാണുമ്പോൾ ഞാൻ ഭയങ്കര നിരാശൻ. തരുണ് മാത്രം ഈ പടം ഇത് നമ്മളുടെ ഒരു ലൈനായിട്ട് നമ്മളെ ജോർജ് അല്ല ഇത്. തരുണും അത്ര ഓക്കെ അല്ല. തരുണും പിന്നെ എന്നെക്കാളും പ്രായബുദ്ധിയുള്ള ആൾ തരുണ് ഈ സിനിമ എങ്ങനെ സംഭവിക്കണമല്ല, ഞാൻ ഇതിൻ്റെ സെൻറ്റിമെൻറ്റ്സിൽ പിടിച്ചത് എൻ്റെ മാത്രമല്ല എന്നുള്ള രീതിയിൽ ഞാൻ ഇരിക്കുന്നു. അങ്ങനെ ഞാൻ തരുണിനെ ഇടയ്ക്ക് പറയും, എടാ നമുക്ക് എന്ത് ചെയ്യും നമ്മൾ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വർമ്മ വീണ്ടും വന്നിട്ട്, അന്ന് നമ്മൾ ഗോകുൽദാസായിട്ട് എന്തോ ആഡ് ചെയ്തിട്ട് അതിനുശേഷം കേരളത്തിലെത്തിയപ്പോൾ വർമ്മ വീണ്ടും വിളിക്കുന്നത്, എവിടെയുണ്ട്? അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിലാണ്, ഈ ഷൂട്ടിനുള്ള തയ്യാറെടുപ്പുകളാണ്. പക്ഷെ വർമ്മയല്ല വിളിച്ചത്. അപ്പോൾ ഞാൻ പോയി, ഞങ്ങൾ സംസാരിക്കേണ്ട ഇടയിൽ സിനിമ ചെയ്യാൻ പോകുന്ന കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ വർമ്മ ചോദിച്ചു, എടാ സ്ക്രിപ്റ്റിൻ്റെ അടുത്ത് ഞാൻ എനിക്ക് എന്നൊക്കെ പറഞ്ഞു, തമാശ. ഞങ്ങൾ ഓൾറെഡി ചെയ്യാൻ പോകുന്നു, തരുണിനെ പുള്ളിക്ക് അറിയാം, തരുണിൻ്റെ സിനിമകൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ അതിനെക്കുറിച്ച് സംസാരിച്ചു, അതിൻ്റെ കഥയുടെ ചെറിയ രൂപം, ക്യാരക്ടറിനെ കുറിച്ചൊക്കെ പറഞ്ഞു, ജസ്റ്റ് ഷെയർ ചെയ്തു. അപ്പോൾ വർമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോരുമ്പോൾ ഞാൻ ഇദ്ദേഹത്തിനെ ഇട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ മറ്റേ അസ്വസ്ഥതകളുണ്ട്, ജോർജ് മാത്തൻ ആർട്ടിസ്റ്റ് ആയിട്ടില്ല എന്നുള്ളത്. ആ സംസാരത്തിൻ്റെ ഇടയിലും കൊള്ളാലോ, ഇദ്ദേഹം ഓക്കെ ആവുമല്ലോ, ഭയങ്കര ബിസിയുള്ള ഡയറക്ടറാണ്, ലോകത്ത് ഇങ്ങനെ കറങ്ങി നടന്ന സിനിമ, ഇൻ്റർനാഷണൽ ബ്രാൻഡുകൾക്ക് വേണ്ടി പടം ചെയ്യുന്ന ആളാണ്, ആഡുകൾ ചെയ്യുന്ന ആളാണ്. പക്ഷെ എൻ്റെ ഒരു സ്വാർത്ഥ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ നോക്കിയത് ഇദ്ദേഹത്തിലൊരു വർമ്മ അല്ല ജോർജ് മാത്തൻ ഈ വർമ്മയിലുണ്ട് എന്ന് തോന്നി, വെറുതെ തോന്നി. ചില തോന്നലുകൾ നമുക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാനൊരു ചിത്രം എടുത്ത്, വെറുതെ ഒരു ചിത്രം പോലെ ചിത്രം എടുത്ത് തിരിച്ച് വേഗം എത്തി തരുണ് കാണിച്ചു കൊടുത്തു. തരുണേ ആക്ച്വലി പ്രകാശ് വർമ്മ അറിയാതെ ഒരു സെൽഫി ഞങ്ങൾ തമാശക്ക് അടുത്ത് തരുണ് കാണിച്ചു കൊടുത്തു. തരുണ് ഓക്കെയാണ്, അത് പ്രകാശ് വർമ്മ അല്ലേ? അപ്പോൾ തരുണും പ്രകാശ് വർമ്മയുടെ വലിയ ഇഷ്ടമുള്ള, ആർക്കാണ് പ്രകാശ് വർമ്മ ഇഷ്ടമല്ലാത്തത്? അപ്പോൾ ഇത് കൊള്ളാം, ഇദ്ദേഹം ഓക്കെയാണ്, പക്ഷെ അഭിനയിക്കാൻ തയ്യാറാവോ, അതിന് ബിസി അല്ലേ? ഞാൻ പറഞ്ഞു, ഞാനൊന്ന് ചോദിച്ചു നോക്കാം പറഞ്ഞു. അങ്ങനെ ഞാനന്ന് വൈകുന്നേരമല്ല, ഞാൻ അപ്പം തന്നെ അവിടെ നിന്ന് വിളിച്ചു തോന്നുന്നു, അഭിനയിക്കാൻ താല്പര്യമുണ്ടെന്ന് ചോദിച്ചു. ഇതിൽ ലാലേട്ടൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വേഷമാണ് എന്ന് പറഞ്ഞ പുള്ളി. അപ്പോൾ ഞാൻ പറഞ്ഞു, നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രമാണ്, പക്ഷേ ആൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരാളിന് ഭയങ്കര ഒരു
ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ്. സത്യത്തിലെന്തോ നിങ്ങൾ ആദ്യം നല്ലവനാണെന്നാണ് പറഞ്ഞത്. നല്ലൊരു കുറച്ച് ക്യാരക്ടറാണ്, നല്ലവനാണ്. നെഗറ്റീവ് ഷെയ്ഡിന് നല്ലൊരു ആളാണ് എന്നൊക്കെ പറഞ്ഞു. 10-30 ദിവസം വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആള് ഞാൻ പെട്ടെന്ന് നോ പറയുന്ന വിചാരിച്ചത്. നോ പറയുന്നത് തന്നെ 100% വിശ്വസിച്ചാണ് വിളിക്കുന്നത്. വെറുതെ ഒരു ആഗ്രഹത്തിന്റെ പേര് ചോദിച്ചാണ്. ഞാൻ ആലോചിക്കട്ടെ. പുള്ളി ആദ്യം ചിരിച്ചു, പിന്നെ ഞാൻ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിയുടെ വൈഫ് സ്നേഹ, അവരെ നിർവ്വാഹ. അതെ. അപ്പോൾ അവരായിട്ട് സംസാരിച്ചു, പിന്നെ മൊത്തം ടീമായിട്ട് സംസാരിച്ചു. പുള്ളി അന്ന് പിറ്റേ ദിവസം തന്നെ വിളിക്കുകയും നമുക്ക് ആലോചിക്കാം, നിങ്ങൾക്കൊരു ബാധ്യതയാവോ ഞാൻ ചോദിച്ചു. അതായത് പുതിയ ആർട്ടിസ്റ്റായിട്ട് വരികയല്ലേ. അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞത്, നമുക്കൊന്ന് ഷൂട്ട് ചെയ്ത് നോക്കാം ആദ്യം ജസ്റ്റ്. അപ്പോൾ അതിനിടയിൽ ഞാനും തരുണും ബോംബെയിൽ പോകേണ്ട ആവശ്യമുണ്ടായി സിനിമയായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അവിടെ വെച്ച് വർമ്മ എന്തോ ഏടൻ്റെ എഡിറ്റ് നടക്കുന്ന സമയത്ത് അവിടെ പോയി വർമ്മനെ കണ്ടു. തരുൺ ആദ്യമായിട്ട് വർമ്മയെ മീറ്റ് ചെയ്തു. പെട്ടെന്ന് അവരും കണക്റ്റായി. അങ്ങനെ തരുണും ജോർജ് സാറിനെ പാതി അവിടെ വെച്ച് കിട്ടി. തരുൺ അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂർക്ക് ചെല്ലാന്നുള്ള തീരുമാനത്തിലെത്തി. പുള്ളി സ്വസ്ഥം അവിടെ ബിസിയാണല്ലോ. അങ്ങനെ ഞങ്ങൾ വളരെ അടുത്ത ദിവസം തന്നെ ബാംഗ്ലൂർക്ക് അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി വീണ്ടും ചെല്ലുകയാണ്. തരുൺ ഭയങ്കര രസമായിട്ട് ഇത് നരേറ്റ് ചെയ്തു. വർമ്മ ഉണ്ടായി, വർമ്മയുടെ വൈഫ് ഉണ്ടായി, സ്നേഹ ഉണ്ടായി. അതിഗംഭീരമായിട്ട് നരേറ്റ് ചെയ്തു. അങ്ങനെ അതിനുശേഷം അദ്ദേഹം ഓക്കെ പറഞ്ഞു. ഓക്കെ, പക്ഷെ പുള്ളിയുടെ സംശയമുണ്ട്, ഞാൻ ഓക്കെ ആവുമോ, നിങ്ങൾ എന്നെ ഒന്ന് ഷൂട്ട് ചെയ്ത് ഇതിൻ്റെ അകത്ത് ഒരു സീൻ എന്തെങ്കിലും ഡയലോഗുകൾ എന്നെ കൊണ്ട് പറയിപ്പിച്ചിട്ട് ഒന്ന് ഷൂട്ട് ചെയ്ത് നമുക്ക് പ്രൊഡ്യൂസറെയും ലാലേട്ടനെയൊക്കെ ഒന്ന് കാണിക്കാം എന്നുള്ളത് പുള്ളിയുടെയും കൂടെ ഒരു നിർദ്ദേശമായിരുന്നു. ഞങ്ങൾ ഓക്കെ ആയിരുന്നു, ഞാൻ തരുണ ഓക്കെ ആയിരുന്നു. അങ്ങനെ കോൺഫിഡൻസ് പുള്ളി ചോദിച്ചപ്പോൾ ഞാനൊരു ബാധ്യത ആവാൻ പാടില്ല, ലാലേട്ടനൊക്കെ അല്ലേ അവിടെ വന്നിരിക്കുന്നു. അങ്ങനെ ലാലേട്ടൻ അതിൻ്റെ മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട് പുള്ളി ആഡൊക്കെ. അങ്ങനെ ഞങ്ങൾ ഷൂട്ട് ചെയ്ത് പിറ്റേ ദിവസം എഡിറ്റ് ചെയ്ത് അത് ലാലേട്ടനും രഞ്ജിത്തേട്ടനും അയച്ചു കൊടുത്തു. അവർക്ക് അപ്പം തന്നെ അവർ റിയാക്ട് ചെയ്തു പെട്ടെന്ന് തന്നെ. അങ്ങനെ വർമ്മ അതിലേക്ക് വന്നു. അങ്ങനെയാണ് ജ്യോതിമാത്തനായത്. അത് പക്ഷേ ഇപ്പോൾ ഈ പ്രകാശ് വർമ്മയുടെ കാര്യം പറയുമ്പോൾ ഈ തിയേറ്റർ റിയാക്ഷൻ ഉണ്ടല്ലോ, നിങ്ങൾ ആദ്യത്തെ ഷോ കാണുകയാണ്. നമ്മൾ പറയുന്നത് ഇപ്പം മോഹൻലാലിൻ്റെ ഏറ്റവും ഫൈനസ്റ്റ് പെർഫോമൻസ്, അല്ലെങ്കിൽ മോഹൻലാൽ എന്ന് പറഞ്ഞ പല സിനിമകളിലായിട്ട് പല കാലങ്ങളിൽ കണ്ട ആ പെർഫോമൻസിൻ്റെ ഒരു പുതുക്കിയ വേർഷൻ കാണുന്നു. ഇതിനൊപ്പം തന്നെ സമീപ വർഷങ്ങളിലൊന്നും കാണാത്ത വിധത്തിൽ ആദ്യത്തെ സിനിമയിൽ അഭിനയിച്ച ഒരാൾ സ്വീകരിക്കപ്പെട്ടതാണല്ലോ. ശരിക്ക് പെർഫോമർ എന്നുള്ള രീതിയിൽ എന്താണ് പ്രകാശ് വർമ്മയിലൂടെ ഉണ്ടായ ഇമ്പാക്ട്? ഉറപ്പായും ജോർജ് എന്ന ഒരാളുടെ ഒരു ക്യാരക്ടർ ആർക്ക്, ആ നരേഷൻ, ആ എഴുതി വെച്ച രൂപമുണ്ട്. എന്നാൽ പോലും അതിലേക്ക് പ്രകാശ് വർമ്മ വന്നപ്പോൾ എങ്ങനെ ഇത്രയും ക്യാരക്ടറിന് സ്വീകാര്യത എന്താണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ പെർഫോമൻസ് തന്നെയാണ് അത്. ആ ക്യാരക്ടർ അതായിരുന്നു, അത് ട്രിക്കി ആയിട്ടുള്ള ഭയങ്കര വേറെ ക്യാരക്ടർ ആയിരുന്നത്. ആദ്യമേ അങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷെ അത് തരുൺ അദ്ദേഹത്തിനെ കൊണ്ട് വളരെ ബ്രില്യൻ്റ് ആയിട്ട് ചെയ്യിച്ചു. അദ്ദേഹം ഡയറക്ടർ കൂടിയാണല്ലോ, അദ്ദേഹത്തിന് കൃത്യമായി കിട്ടി. ഫസ്റ്റ് ഡേ തന്നെ അദ്ദേഹം ജോർജ് മാത്തനായി. നിങ്ങളുടെ ഒരു എക്സൈറ്റ്മെന്റ് ക്യാമറയ്ക്ക് പിന്നിൽ കാണുമ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറഞ്ഞത്, നിങ്ങൾക്ക് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എത്രയോ കാലമായിട്ട് അറിയാം. ഞാൻ പറയുന്നത് നമ്മൾ ഏതെങ്കിലും പ്രോഗ്രാമിൽ സംസാരിക്കുകയോ നേരിട്ട് സംസാരിക്കുന്നോ പ്രകാശ് വർമ്മയെ അല്ല ഇപ്പുറത്ത്, ഇതൊരു വേറൊരാളാണ്. രൂപത്തിൽ പോലും വല്ലാത്തൊരു മാറ്റമാണ്. അത് തരുൺ മാറ്റിയതാണ്. അതായത് അദ്ദേഹത്തിൽ ഈ ആളുണ്ടെന്നുള്ള എനിക്ക് മനസ്സിലായിരുന്നു, പക്ഷെ കൃത്യമായി ഈ ക്യാരക്ടറാക്കി മാറ്റിയ തരുൺ തന്നെയാണ്. അദ്ദേഹത്തിന് പ്രത്യേക ഫീച്ചേഴ്സ്, മേക്കപ്പ്, ഗ്രേ ഹെയർ ഒക്കെ അങ്ങനെ ചെയ്യിച്ചു. അദ്ദേഹത്തിന്റെ മാനർസങ്ങൾ പറഞ്ഞു കൊടുത്തു. പക്ഷെ പെട്ടെന്ന് അദ്ദേഹം ഫസ്റ്റ് തന്നെ അദ്ദേഹം നൈറ്റ് സീനാണ് ഷൂട്ട് ചെയ്ത് വന്നത്. എന്ത് രസമായിട്ട് അത് ചെയ്തത്, എല്ലാവരും ഹാപ്പി ആയിരുന്നു. എനിക്കൊന്ന് ഫസ്റ്റ് ടേക്കിലൊക്കെ തന്നെ ഓക്കെ ആവുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പെർഫോമൻസ്. ഞങ്ങളെല്ലാവരും അത്ഭുതപ്പെടുത്തി. അദ്ദേഹം അതായി അതിന്റെ റിസൾട്ടാണ് തിയേറ്ററിൽ കാണുന്നത്. മാത്രമല്ല എനിക്കൊന്ന് ആദ്യ ദിവസത്തിൽ തന്നെ നായകനൊപ്പം തന്നെ ഒരു പേര് എല്ലായിടത്തും ആദ്യമായിട്ട് അഭിനയിച്ച ഒരാളുടെ പേര് തുടർച്ചയായി പറയാം. മോഹൻലാലിനോട് ഓപ്പോസിറ്റ് നിർത്താൻ പറ്റുന്ന ഒരാളെ കിട്ടി എന്ന് പറയുന്ന തരത്തിൽ അതിനെ പ്രസന്റ് ചെയ്യാന്നുള്ളത്. ഈ സിനിമയിൽ രണ്ട് കാര്യങ്ങളാണ് ഞങ്ങൾ ഒളിപ്പിച്ചു വെച്ചത്. ഒന്നാമത് ഇതിന്റെ ഒരു ഹെവി ആയിട്ടുള്ള സെക്കൻഡ് ഹാഫ്, അതെ, അത് നമ്മൾ ഇതിന്റെ പരസ്യങ്ങളിലൊന്നും വേണ്ടെന്ന് ആദ്യമേ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മോഹൻലാലിനൊപ്പം അങ്ങനെ ഒരു സാധനം വരുമ്പോൾ ഓവർ എക്സ്പെക്ടേഷൻ വരും. അത് പ്രതീക്ഷ തന്നെ ആളുകൾ ഓരോ സീനും വെയിറ്റ് ചെയ്യും. രണ്ടാമത് പ്രകാശ് വർമ്മ, ഇത്ര വലിയൊരാളുണ്ടായിട്ട് ഞങ്ങൾ അദ്ദേഹത്തിന് ഒളിപ്പിച്ചു. ബുക്ക് മൈ ഷോയിൽ പോലും ഞങ്ങൾ കൊടുത്തില്ല. തിയേറ്ററിൽ അദ്ദേഹത്തിന് കാണുമ്പോൾ പലർക്കും പ്രകാശ് വർമ്മനെ അറിയില്ല, സാധാരണ ആൾക്കാർക്ക് അറിയില്ല. പക്ഷെ ഏതോ ഒരു മനുഷ്യൻ, എനിക്ക് വരുന്ന പല കോളുകളും ലാലേട്ടൊപ്പം തന്നെ നിൽക്കുന്ന ഒരു വില്ലൻ, ലാലേട്ടന്റെ വില്ലനെ കുറെ നാൾക്ക് ശേഷം കണ്ടു എന്നുള്ളത്. പിന്നെ അത് മാത്രമല്ല എനിക്കൊന്ന് ഡബിങ്ങിൽ പോലും, കാരണം വർമ്മ സംസാരിക്കുന്ന പോലെ അല്ല ഈ ജോർജ് സംസാരിക്കുന്നത്. അവിടെ ഒരു
റാന്നി പാല അതിനിടയിലുള്ള അതെ ഒരാളുടെ അതെ സംസാര രീതിയുണ്ട്. അതെ അതിന്റെ നീട്ടലും കുറുക്കലും പറച്ചിലും അല്ലെങ്കിൽ ഹലോ പറച്ചിലടക്കം ഒരു അതെ വേറെ അതെ തന്നെ താളമാണല്ലോ. അതെ അതെ അതുകൂടി ഭയങ്കര രസമായിട്ട് കുറെ തഴക്കവും പഴക്കമുള്ള ഒരു ആക്ടറെ പോലെ ചെയ്തു അതെ എന്നുള്ളൊരു അതെ സാധനം അതെ ഉണ്ട് അതെ അല്ലേ? പിന്നെ നമ്മൾ ഒരുപാട് വലിയ ബ്രില്യൻ്റ് ആർട്ടിസ്റ്റുകളാ ഹാൻഡിൽ ചെയ്തിട്ടുള്ള ആളാണ്, ഡീൽ ചെയ്തിട്ടുള്ള ആളല്ല. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആ മനുഷ്യനുണ്ട്. അതെ അദ്ദേഹത്തിന് ഇതൊന്നും പുതുമയല്ല. ക്യാമറയ്ക്ക് അതെ മുന്നിലില്ലെങ്കിലും പിന്നിൽ ഒരുപാട് വർഷങ്ങളായിട്ട് അതെ ചെയ്യുന്ന അതെ ആളല്ലേ. അതെ അതിൻ്റെ ഒരു റിസൾട്ടാണ് റിസൾട്ടാണത്. മുഴുവനായിട്ട് അതെ അതെ, കാണുന്നത്. ഞങ്ങൾ അദ്ദേഹത്തിന് പലതും ഇങ്ങനെ എടുക്കുകയായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതിനൊപ്പം എടുത്തു പറയാവുന്നത് ഇന്ത്യൻ ഫിലിമിൽ തന്നെ ഒരു ലെജൻഡറി ആക്ടറല്ല ലെജൻഡറി ഫിലിം മേക്കർ, ഇപ്പോൾ ആക്ടർ കൂടി ആയിട്ടുള്ള ഭാരതി രാജയുടെ ഒരു സാന്നിധ്യമുണ്ട്. ശരിക്ക് മലയാള സിനിമ ചെന്നൈ കോടമ്പാക്കൊക്കെ വിട്ട് വന്നതിന് ശേഷം നമ്മളൊരു ബാക്ക് ടു മെമ്മറി പോലെയാണ് ഈ സിനിമ. അതായത് ഈ സിനിമയിലെ ഷൺമുഖൻ്റെ ക്യാരക്ടറൈസേഷൻ പറയുകയാണെങ്കിലും ഈ പറഞ്ഞ കോടമ്പാക്കം ചെന്നൈ സിനിമയുണ്ട്. കെ ആർ സുനിൽ എന്ന് പറയുന്ന ഒരു ഫോട്ടോഗ്രാഫറുടെ ജേണിയിലൊക്കെ എപ്പോഴും ഈ പറഞ്ഞ ചെന്നൈയും മലയാള സിനിമയുടെ ആ ഭാഗങ്ങളൊക്കെ കമൽ സാറിൻ്റെ ലാൽ ജോസിൻ്റെ ഒക്കെ സംഭാഷണത്തിൽ വകയായിരുന്നു. ഇതിൽ ഈ ഒരു ഭാരതി രാജ വരുന്നു എന്നുള്ളൊരു പ്ലാൻ, പിന്നെ ആ ഭാഗങ്ങൾ ഷൂട്ട് ചെയ്ത ഘട്ടത്തിൽ അവിടെ പോകാനും പറ്റിയിരുന്നില്ല. സത്യത്തിൽ ആ സമയത്ത് ഞാൻ ഫ്രീ അല്ലായിരുന്നു. എനിക്ക് പോകണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നൊരു സ്ഥലമാണ് പ്രത്യേകിച്ച് ഭാരതരാജയൊക്കെ കാണാൻ. എനിക്ക് ആ ദിവസം എനിക്ക് 2-3 ദിവസം ഷൂട്ടുണ്ട്, പക്ഷേ എനിക്ക് പോകാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഞാനന്ന് അതിൻ്റെ വിഷമത്തിൽ രാവിലെ തന്നെ വീട്ടിൽ എണീറ്റ് പത്രമൊക്കെ വായിച്ച് ഇടയ്ക്ക് ഇപ്പോൾ ഷൂട്ട് തുടങ്ങിയിട്ടുണ്ടാവും അയ്യോ എന്നൊക്കെ ഉള്ള മൂഡിലിരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്കൊരു കോള്, ഒരു വീഡിയോ കോൾ. തരുണും ഗോകുലും തൊട്ട് മുമ്പിൽ ഹായ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചു തരുന്നത് ഭാരതി രാജ. ഞാൻ ഞെട്ടി. ഞാൻ വെച്ചാൽ ഒരു കയ്യിൽ ഫോണല്ലേ, എനിക്ക് ആ മനുഷ്യനെ കണ്ട് തൊഴാൻ തോന്നുന്നു. നമ്മളെ മനസ്സിൽ അത്രമാത്രം സിനിമകൾ കണ്ട അത് ഗുരുവാണല്ലോ, തമിഴ് സിനിമയുടെ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ സിനിമയുടെ. അപ്പോൾ ഒറ്റ കൈ കൊണ്ട് തൊഴാൻ പറ്റില്ല, ഒരു കയ്യിൽ ഫോണല്ലേ. ഞാൻ എന്താ പറയണ്ടത്, എന്തൊക്കെയോ പറഞ്ഞൊപ്പിച്ച് അദ്ദേഹം പറഞ്ഞു തരുൺ പറഞ്ഞു റൈറ്ററാണ് എന്നൊക്കെ പറഞ്ഞ് അതും ഈ പറഞ്ഞ പോലെ ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ള ഭയങ്കര മെമ്മറിയാണ്. ശരിക്കും ആ ഏരിയയും ഭയങ്കര രസമാണല്ലോ. എനിക്ക് ഈ ആലോചനയിൽ മോഹൻലാൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മോഹൻലാലിൻ്റെ ഒരു ഇപ്പൊ ഇതിലൊരു പ്രധാനപ്പെട്ട ഡയലോഗ് മറ്റേ കിൻഡലടി എന്ന് പറയുന്നത്, ഈ പുള്ളി പറയുന്ന സൂപ്പർ സ്റ്റാറുകൾ എങ്ങനെ ആയെന്ന് അറിയോ, അവർക്ക് അങ്ങനെ ഒരു ആക്ഷൻ പശ്ചാത്തലം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം ഈ സിനിമ പ്രധാനമാണെന്നുള്ളത് ഒരു സ്പോയിലറാണ്. എന്നാൽ പോലും മോഹൻലാൽ എന്ന് പറയുമ്പോൾ മോഹൻലാലിന് ഈ ഗുസ്തിയുടെ പശ്ചാത്തലം അല്ലെങ്കിൽ ഒരു ആക്ഷൻ പശ്ചാത്തലം കൊടുക്കുക എന്ന് പറയുന്നത് പ്രേക്ഷകർക്ക് കൂടി ഹൈ ആവുന്ന സാധനം. അതിൽ തന്നെ ചെന്നൈയിലെ മലയാള സിനിമയെ കൊണ്ടുവരുന്നു. നമ്മൾ ഈ പറയുന്ന കോടമ്പാക്കം മെമ്മറീസ് അതിലേക്ക് കണക്ട് ചെയ്യുന്നത് അതൊരു ഇതിന്റെ ഒരു കോർ എലമെന്റ് ആയിട്ട് മാറുകയാണ്. അതിന്റെ ഒരു ഹൃദയഭാഗമായിട്ട് അത് മാറുകയാണല്ലോ. ആ ആലോചന അത് ഏത് രീതിയിലായിരുന്നു? അത് ഈ അവസാന സമയത്ത് സ്ക്രിപ്റ്റിൽ വന്ന തരുണും ലാലേട്ടനും എല്ലാമായിട്ടുള്ള ആലോചനകളുടെ ഭാഗമായിട്ട് വന്നതാണ്. രഞ്ജിത്തേട്ടനും അല്ലെങ്കിൽ ഇവർക്കൊക്കെ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാവുന്ന ഒരു സംഭവം കാലമാണ് ഈ ഫൈറ്റ്. അതങ്ങനെ വന്നതാണ്. അത് പക്ഷേ സിനിമയ്ക്ക് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തു. അത് ഭയങ്കര ഇമ്പാക്ട്ഫുൾ ആയെന്ന് മാത്രമല്ല നമ്മളും അത് ആ മെമ്മറിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം. ഈ തുടർന്ന് പറയുന്ന സിനിമയുടെ തുടർച്ചയിൽ പറയുമ്പോൾ നമ്മളെപ്പോഴും പറയുകയാണ് ഷാജികുമാർ എന്ന് പറയുന്ന ഒരു സിനിമാറ്റോഗ്രാഫറാണ്. ഞാനിപ്പോഴും ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവുന്നത് മോഹൻലാലിൻ്റെ മൂവ്മെൻറ്റ്സ്, മോഹൻലാലിനെ ഒരു സ്പേസിൽ നിർത്തിയാൽ മോഹൻലാൽ എങ്ങോട്ടൊക്കെ വളയും തിരിയുമെന്ന് ഒരു പക്ഷേ ഈ ടീമിൽ ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ഒരാൾ ക്യാമറ കൈകാര്യം ചെയ്തതിൻ്റെ ഒരു മിടുക്ക് എല്ലാ ഘട്ടത്തിലും കാണാൻ. അതായത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾക്ക് പറയാവുന്ന പോലീസ് സ്റ്റേഷൻ, ഈ അതിൻ്റെ ടൈറ്റിൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ, സ്പോയിലർ ആയതുകൊണ്ട് പോലീസ് സ്റ്റേഷൻ സീക്വൻസിലാണെങ്കിലും ഈ പറയുന്ന കാട് കയറൽ സീക്വൻസിൽ എല്ലാത്തിലും ഷാജികുമാർ എന്നൊരാളുടെ ഒരു മികവ് എടുത്തു കാണാനുണ്ടല്ലോ. ഷാജികുമാർ വരുന്നത് ഭയങ്കര ഇമ്പാക്ട്ഫുൾ, വിഷ്വലിൽ ഭയങ്കര ഇമ്പാക്ട്ഫുൾ ആയിട്ടില്ലേ ഈ സിനിമയുടെ കാര്യത്തിൽ? ഒരുപാട് ഷാജിയേട്ടൻ്റെ വർക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് സിനിമയുടെ ഒരു മൂഡ് ഉണ്ടാക്കാനും. ഷാജിയേട്ടൻ്റെ വരവ് പറയുകയാണെങ്കിൽ ഭയങ്കര രസമുള്ള ഒരു സംഭവമാണ്. എന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് എൻ്റെ ആദ്യത്തെ സ്ക്രിപ്റ്റ് ഞാൻ രഞ്ജിത്തേട്ടനെ വായിച്ച് കേൾപ്പിച്ച് രഞ്ജിത്തേട്ടന് ഇഷ്ടമായപ്പോൾ ഞാൻ ഒരു കാര്യമേ പറഞ്ഞിട്ടുണ്ടായുള്ളൂ, ഇത് വേണു സാർ ഷൂട്ട് ചെയ്യണം. വേണു സാറിൻ്റെ വർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പല വർക്കുകളും ഇപ്പോൾ ഇന്നലെ ആയാലും നമുക്ക് വർക്ക് തോപ്പുകൾ, താഴ്വാരം, വേണു സാർ ഒരുപാട് സിനിമകൾ ചെയ്തു. ഒരുപാട് ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട പല ഡയറക്ടേഴ്സിൻ്റെ ഒപ്പം, പ്രത്യേകിച്ച് മലയാളത്തിലെ ലെജൻഡറി ആയിട്ടുള്ള പലരും വർക്ക് ചെയ്തിട്ടുള്ള ഇന്ത്യൻ സിനിമ അല്ലെങ്കിൽ നമ്മൾ സിനിമ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതിൽ സിനിമയുടെ ഒരു ആ കാലത്തിലൂടെ കടന്നു വന്ന അദ്ദേഹത്തിൻ്റെ കണ്ണിലൂടെയാണ് നമ്മൾ പല പ്രധാനപ്പെട്ട സിനിമകളും കണ്ടേക്കുന്നത്. പല വേഴ്സറ്റൈലായുള്ള സിനിമകൾ, ഒരേ രീതിയിലുള്ള സിനിമകൾ. അപ്പോൾ എനിക്ക് അദ്ദേഹത്തിന് ഇന്നും അന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വേണു സാർ ഇത് ചെയ്യണമെന്നുള്ള എൻ്റെ ആഗ്രഹം പറഞ്ഞത്. പ്രത്യേകിച്ച് ഇതിൻ്റെ റെഫറൻസ് താഴ്വാരം ഞാൻ പറഞ്ഞില്ല, ചില ക്യാരക്ടേഴ്സൊക്കെ അവിടെ നിർത്തേൻ്റെ പേരിലും. അപ്പോൾ എന്താണ് ഓക്കെ പറഞ്ഞിരുന്നു. പിന്നെ ഇത് ഈ സ്ക്രിപ്റ്റായിട്ട് ഞാൻ കുറേ സഞ്ചരിച്ചല്ലോ, കുറേ വർഷങ്ങൾ കടന്നുപോയി. പിന്നെ പെട്ടെന്നാണ് ലാലേട്ടൻ ഇത് ഷൂട്ട് ചെയ്യാൻ ചെയ്യാമെന്ന് പറഞ്ഞത്. ആ സമയത്ത് പക്ഷേ വേണു സാർ യാത്രയിലായിരുന്നു. അദ്ദേഹം ഈ ഒറ്റയ്ക്ക് യാത്ര പോകുമല്ലോ, നോർത്ത് ഇന്ത്യയിലായിരുന്നു.
തെലുങ്ക് അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലൂടെ കാട്ടിലൂടെയൊക്കെ യാത്ര ചെയ്തത്. അപ്പോൾ ജസ്റ്റ് അദ്ദേഹം പോയി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് അദ്ദേഹത്തിന് വിളിക്കൽ ഒന്നും പ്രായോഗികമല്ല. അങ്ങനെയാണ് നമ്മൾ മറ്റു പലരെ കുറിച്ച് ആലോചിച്ചു തുടങ്ങി. ഷൈജു, സമീർ, രാജീവേട്ടൻ, അങ്ങനെ പല ആളുകളും. പക്ഷേ അവരൊക്കെ ബിസി ആയിരുന്നു പല കാര്യങ്ങളും. പെട്ടെന്ന് അവർ ഭയങ്കര തിരക്കുള്ള ആൾക്കാരല്ലേ. അപ്പോൾ എപ്പോഴും രഞ്ജിത്തേട്ടനാണ് പറയാറ്, നമുക്ക് ഷാജിയേട്ടനെ നമുക്ക് വിളിച്ചാലോ. ഷാജിയേട്ടനാകുമ്പോൾ രഞ്ജിത്തേട്ടനായിട്ട് ഭയങ്കര അടുപ്പമാണ്. ദൃശ്യമൊക്കെ ആ സമയം തുടങ്ങി അതിൻ്റെ ആദ്യകാല ആലോചനകൾ തുടങ്ങി അവർ ഭയങ്കര അടുപ്പുള്ള ആൾക്കാരാണ്. പല സംസാരങ്ങളും രഞ്ജിത്തേട്ടൻ ഷാജിയേട്ടനായിട്ടുള്ള അടുപ്പം നമുക്ക് വ്യക്തമായിരുന്നു. പക്ഷെ എന്ന് വെച്ചാൽ ഷാജിയേട്ടൻ്റെ സിനിമകൾ ഇപ്പോൾ പുലിമുരുകനായാലും ഒടിയനായാലും നരനായാലും അതൊക്കെ വേറെ എൻ്റെ ഒരു ചിന്തയിൽ യെസ് അതെ അതെ അങ്ങനെയല്ല ഇത് ചെയ്യണമെന്ന് തോന്നി. അദ്ദേഹത്തിന്റെ ഷാജിയേട്ടൻ്റെ വർക്കും അദ്ദേഹം ചെയ്ത ആ സിനിമകളൊക്കെ പലതും നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമകളാണ്. നമ്മളിങ്ങനെ വലിപ്പം കൊണ്ട് നമ്മൾ വിസ്മയിപ്പിച്ചുള്ള സിനിമകളാണ്. നമ്മളൊരു മാസ് അങ്ങനെ സംഭവം മാത്രം പിടിക്കരുത്, കുറച്ച് അതും കുറച്ച് റിയലിസം അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു മീറ്ററിൽ വേണം പിടിക്കുക എന്നുള്ളത് തരുണും ഞാൻ തമ്മിൽ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പലപ്പോഴും ഷാജിയേട്ടൻ്റെ കാര്യം പറയും, നമ്മൾ അടുത്താളെ നോക്കാം എന്നൊക്കെ ഞങ്ങളിങ്ങനെ പറയും. ഷാജിയേട്ടനെ പരിചയമില്ല ഞങ്ങൾക്ക്. പക്ഷേ രഞ്ജിത്തേട്ടൻ പറയും, എന്താ ഷാജിയേട്ടനെ വിളിക്കാം, നമുക്ക് ഷാജിയേട്ടൻ വന്ന് നോക്കട്ടെ, ഷാജിയേട്ടൻ ഈ വർക്കായിട്ട് ബന്ധപ്പെട്ട് സ്ക്രിപ്റ്റിൻ്റെ ഡിസ്കഷനൊക്കെ വരട്ടെ, വന്ന് നോക്കി നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം നമുക്ക് മുന്നോട്ട് പോകാം. ഒരു ദിവസം ഷാജിയേട്ടൻ വരികയാണ്. അപ്പോൾ ഞങ്ങൾക്ക് പരിചയമില്ല, രണ്ടുപേർക്കും പരിചയമില്ല. അദ്ദേഹം വന്നു ഞങ്ങളുടെ സ്ക്രിപ്റ്റിൻ്റെ അവസാനത്തെ ഘട്ടങ്ങളിൽ ഈ സ്ക്രിപ്റ്റൊക്കെ വായിച്ചു. അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ, അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ. ഈ ഒരു മനുഷ്യനുണ്ടല്ലോ, വളരെ സൈലൻ്റ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. കാറിൽ വന്ന് കയറിയ ഒരു മനുഷ്യൻ, അതായത് നമ്മളുടെ താല്പര്യങ്ങൾക്കപ്പുറത്തൊരു മനുഷ്യൻ വന്ന് കയറി ഈ സിനിമയുടെ ഭാഗമാവുകയോ യാതൊരു അവകാശവാദങ്ങളില്ല. എപ്പോൾ ഈ മനുഷ്യൻ വന്നോ ഷൂട്ട് കഴിയുന്നവരെ ഈ സിനിമയ്ക്കൊപ്പമാണ്, എല്ലാ അർത്ഥത്തിലും ഈ സ്ക്രിപ്റ്റിനൊപ്പമാണ്, ഈ കഥാപാത്രത്തിനൊപ്പമാണ്. അവർ സഞ്ചരിക്കുന്ന ഏത് വഴി അതിനനുസരിച്ച് ലൈറ്റ് ചെയ്യുക, അതിനനുസരിച്ച് ക്യാമറ ചലിപ്പിക്കുക. അത് എന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തുക. മാത്രമല്ല ഈ സിനിമയ്ക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് ഷാജിയേട്ടൻ്റെ സാന്നിധ്യം. അത് പറയാതെ വയ്യ. ഷാജിയേട്ടൻ്റെയും കൂടെയാണ് ഈ സിനിമ ശരിക്കും. ഈ നമ്മൾ തുടരും എന്നുള്ള ഇതിൽ സമാന്തരമായിട്ടുള്ള യാത്ര പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും കെ ആർ സുനിൽ എന്ന് പറയുന്ന സമയത്ത് മനുഷ്യരിലൂടെയാണ് സഞ്ചാരം. ഇപ്പം നമ്മൾക്കറിയില്ല, ഇപ്പം ഞാൻ ഒരു ഘട്ടത്തിൽ പോലും കയ്യിൽ ക്യാമറ പിടിച്ചിട്ടുള്ള ഒരു കെ ആർ സുനിൽ കാണുന്നത്. നമ്മൾ ഡോക്യുമെൻ്ററി ഫോട്ടോഗ്രാഫി എന്ന് പറയുമ്പോൾ ക്യാമറ എടുത്ത് എപ്പോഴും കാണാവുന്ന, അല്ലെങ്കിൽ ക്യാമറ കഴുത്തിൽ തൂക്കുന്ന, അല്ലെങ്കിൽ ക്യാമറ കയ്യിൽ കൊണ്ട് നടക്കുന്ന ഒരാളായിട്ടല്ലേ കാണുന്നത്. എന്നാൽ ക്യാമറ പകർത്തേണ്ട സമയത്ത് ക്യാമറയായിട്ട് അവിടെയുണ്ട്. അതിപ്പം ജല്ലിക്കെട്ടിന് വേണ്ടി പോയ യാത്രയാണെങ്കിലും, ഈ പറഞ്ഞ കേരളത്തിന് പുറത്ത് അല്ലെങ്കിൽ തമിഴ്നാട്ടിലും ഇവിടെ മഞ്ജുക്കാരാണെങ്കിലും ഗോത്തുരുത്താണെങ്കിലും ഇതിൻ്റെയൊക്കെ ഡോക്യുമെൻ്റ് ചെയ്യപ്പെടുമ്പോൾ അവിടെ ചരിത്രം ഡോക്യുമെൻ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ ഈ പറയുന്ന മാധ്യമങ്ങളുടെയോ ഈ ഭരണകൂടത്തിൻ്റെ ഒന്നും കണ്ണിൽപ്പെടാതെ പോകുന്ന, എന്നാൽ എല്ലാ നിരത്തിലും സംരക്ഷണം നഷ്ടപ്പെട്ട മനുഷ്യർ, അങ്ങനെ മനുഷ്യർ ഡോക്യുമെൻ്റ് ചെയ്യുക എന്ന് പറയുന്ന സംഗതിയല്ലേ. ഇപ്പോൾ ഫൈൻ ആർട്സിൽ നിന്ന് അപ്ലൈ ആർട്ടിലേക്ക് പോകണം, അല്ലെങ്കിൽ ഫിലിമിലേക്ക് പോകണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങൾക്ക് സമാന്തരമായിട്ട് ഭയങ്കര റിസ്കി ആയിട്ടുള്ള, ഒരു ഉപജീവനം എന്നോ തൊഴിൽ എന്നൊക്കെ കരുതി കഴിഞ്ഞാൽ അത് എല്ലാ അർത്ഥത്തിലും സാഹസികമെന്ന് തോന്നാവുന്ന ഒരു സമാന്തര പാത, അത് കെ ആർ സുനിലിന് സ്വയം തുറന്നിടാണല്ലോ. അതെവിടെയാണ് ആ യാത്ര തുടങ്ങുന്നത്? ഫോട്ടോഗ്രാഫിയുടെ യാത്ര. അതെ, അതും സത്യത്തിൽ കൊടുങ്ങല്ലൂർ, ഞാൻ ഫൈൻ ആർട്സ് കോളേജിൽ ഞാൻ പറഞ്ഞല്ലോ അപ്ലൈ ആർട്ടൊക്കെ ആയിരിക്കണം, വേറൊരു ആഗ്രഹങ്ങളായിട്ട് ഞാൻ ഫൈൻ ആർട്സ് കോളേജിൽ പോയത്. തൃശ്ശൂർ ഫൈൻ ആർട്സ് കോളേജ് ഞാൻ പഠിച്ചത് നല്ല കോളേജാണ്. പക്ഷേ ആ സമയത്ത് അവിടെ ഭയങ്കര സ്ട്രൈക്കുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ക്ലാസ്സൊന്നും വേണ്ട രീതിയിൽ നടക്കുന്നില്ല. ഞാൻ കുറച്ചൊക്കെ അസ്വസ്ഥനായിരുന്നു സ്വാഭാവികമായിട്ട്, മറ്റുള്ളവരെ പോലെ തന്നെ. അപ്പോൾ ആ സമയത്ത് തന്നെ കൊടുങ്ങല്ലൂരിലുള്ള ഒരു കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ ഫോട്ടോഗ്രാഫർ, അദ്ദേഹം വളരെ സീനിയർ ആയിട്ടുള്ള ഒരാളാണ്. ഇപ്പോൾ അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. അരവിന്ദൻ്റെ ഒക്കെ വളരെ അടുത്തൊരു ഫ്രണ്ടായിരുന്നു. അവിടെ സിനിമയുണ്ട്. കേരളത്തിലെ ആദ്യത്തെ ക്യാമ്പസ് ഫിലിം ഡയറക്ട് ചെയ്ത ആളാണ്. ലോക സിനിമകൾ അന്നേ കൊടുങ്ങല്ലൂർ ഫിലിം സൊസൈറ്റിയുടെ വളരെ പ്രധാനപ്പെട്ട ആളായിരുന്നു. ലോക സിനിമകൾ നമ്മളെ മുന്നിൽ ഇങ്ങനെ കണ്ടതും കാണാത്തതുമായിട്ടുള്ള കഥകളും, ഒരുപാട് വായിക്കുന്ന, ഒരുപാട് നോവലുകൾ രാത്രി മുഴുവൻ ഉറക്കമുളച്ച് വായിക്കുന്ന, അന്ന് യാതൊരു അവകാശവാദവും ഇല്ലാത്ത, സൈലൻ്റായിട്ട് ജീവിച്ച് മരിച്ചുപോയൊരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹമാണ് എൻ്റെ മുന്നിൽ നാഷണൽ ജോഗ്രഫി മാഗസിനൊക്കെ എടുത്തിട്ടിട്ട്, അദ്ദേഹം എടുത്തിട്ട ചില പുസ്തകങ്ങളാണ്, അല്ലെങ്കിൽ ടൈമിൻ്റെ ലൈഫിൻ്റെ അക്കാലത്തെ ചില ഫോട്ടോഗ്രാഫി പുസ്തകങ്ങളാണ്. അതിലെ ജീവിതമാണ് എന്നെ ഫോട്ടോഗ്രാഫിയിലേക്ക്, അതിൻ്റെ ഒരു ടെക്നിക്, ഫോട്ടോഗ്രാഫി എന്നുള്ള സാങ്കേതിക സംഭവമല്ല, അതിലൂടെ ഞാൻ കണ്ട ജീവിതം ഉണ്ടല്ലോ, അതാണ് എന്നെ ഫോട്ടോഗ്രാഫിക്ക് അടുപ്പിച്ചത്. പിന്നെ ഞാൻ നോക്കുമ്പോൾ ഫൈൻ ആർട്സ് കോളേജിലാണ് ഞാൻ പഠിക്കുകയെങ്കിലും എൻ്റെ യാത്രകളിലൊക്കെ പലപ്പോഴും ഇത്തരം പുസ്തകങ്ങളായി തിരയിൽ, ഏത് ബുക്ക് ഫെസ്റ്റിവലിന് പോലും, എവിടെ പോലും, ഇന്ത്യയിൽ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുമ്പോഴായാലും ഈ നാഷണൽ ജോഗ്രഫി മാഗസിൻ കളക്ട് ചെയ്യും. അതിനകത്ത് അതിൻ്റെ മാസ്റ്റേഴ്സ്, അതിൽ ഇപ്പോൾ സ്റ്റീവ് മെക്കറി പോലുള്ള
അല്ലെങ്കിൽ സാം ആബേൽ, കുറേ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട് എൻ്റെ പ്രിയപ്പെട്ട. അവരുടെ വർക്കുകൾ അത് മറക്കുമ്പോൾ അറിയാം, നമ്മളവിടെ നിൽക്കും. നമുക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ വർക്കുകൾ കാണുമ്പോൾ അത് ലൈഫ്, ആ മൊമെൻറ്റിൻ്റെ അവർ ക്യാപ്ചർ ചെയ്തേക്കുന്ന കാണുമ്പോൾ അതിങ്ങനെ പോകും. നമ്മളവിടെ അവിടെ പിന്നെ ഇന്ത്യയിലെ ഷെയ്ഖ് റോയി, അദ്ദേഹം എൻ്റെ വളരെ പ്രിയപ്പെട്ട ഫോട്ടോഗ്രാഫറാണ്. അപ്പോൾ അവരുടെ വർക്കുകളൊക്കെയാണ് എന്നെ ഈ വഴിയിലേക്ക്, ഇതാണ് എൻ്റെ വഴി. അത് പ്ലാൻ ചെയ്തിട്ടല്ല, അതിങ്ങനെ ഒരു നമ്മളറിയാതെ ഈ വർക്കുകൾ, ഇത്തരം കാഴ്ചകളും ഈ ഫോട്ടോഗ്രാഫിയുടെ സാധ്യത എന്ന് വെച്ചാൽ എനിക്കിപ്പോഴും ഫോട്ടോഗ്രാഫി ക്യാമറ ഒരു ടൂൾ മാത്രമാണ്. അതിലൂടെ കാണുന്ന ഒരു ജീവിതം ഉണ്ടല്ലോ. മനീഷ് പറഞ്ഞു, ഞാൻ ക്യാമറ ആയിട്ട് തന്നെ കാണാറില്ല, കണ്ടിട്ടില്ല, ആരും പലരും കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ സീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരം ചില പ്രോജക്റ്റുകൾ അല്ലെങ്കിൽ മനസ്സിൽ തങ്ങിയ അല്ലെങ്കിൽ ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ, പിന്നെ നേരത്തെ മനീഷ് പറഞ്ഞ പോലെ രേഖപ്പെടുത്തണം എന്ന് തോന്നുന്നു, അത്തരം സീരീസുകൾ ചെയ്യാൻ പോകുമ്പോൾ മാത്രമേ ഞാൻ ക്യാമറ കയ്യിലെടുക്കാറുള്ളൂ. അതും ഞാൻ ആ ആളുകളായിട്ട് ഒരുപാട് സംസാരിച്ച് അവരായിട്ട് സംസാരിച്ച് അത് മുഴുവനും എൻ്റെ മനസ്സിലേക്ക് വന്നതിന് ശേഷം മാത്രമാണ് പലപ്പോഴും ഞാൻ അവരെ ചിത്രം എടുക്കാറ്. അല്ലെ, നമുക്ക് എന്തായാലും മഞ്ജുക്കാരിതും പൊന്നാനി അടക്കമുള്ള എല്ലാത്തിന്റെ ഒരു സുദീർഘ സംഭാഷണം നമുക്ക് വരുന്നുണ്ട്. ഏതായാലും ഒരു പുസ്തകം അതിന്റെ തുടർച്ചയിൽ ഇറങ്ങാൻ പോവാണ്, ഒരു സമാഹരിക്കപ്പെട്ട രീതിയിൽ. ആ ഒരു പുസ്തകത്തിന്റെ തയ്യാറെടുപ്പിൽ കൂടിയാണല്ലേ? പുസ്തകത്തിന് ശേഷം നമ്മൾ എന്തായാലും സംസാരിക്കും. അതെ, പുസ്തകത്തിന്റെ ഒരു തയ്യാറെടുപ്പാണ്. പുസ്തകത്തിന്റെ വർക്കുകൾ ഒരുവിധം കഴിയാറായി. അവതാരിക മോഹൻലാൽ അവതാരിക ലാലേട്ടനെ ഞാൻ വായിക്കാൻ കൊടുത്തു. ഞാൻ പുസ്തകത്തിന്റെ ആദ്യ രൂപം ലാലേട്ടൻ വായിച്ചിട്ട് ലാലേട്ടൻ ഇഷ്ടമായി. ലാലേട്ടനെ അതിന്റെ അവതാരിക എഴുതാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വൈകാതെ ഇറങ്ങും, 1-2 മാസങ്ങൾക്കകം ഇറങ്ങും ഉദ്ദേശിക്കുന്നു. മോഹൻലാൽ ഫാക്ടർ എന്നുള്ളതാണ് ഇപ്പം തുടരും ഇത്രയും സക്സസ് ആവുന്ന സമയത്ത് മോഹൻലാലിൻ്റെ കരിയറിലൊരു പ്രധാനപ്പെട്ട സിനിമയായി. അതേസമയം തന്നെ അഭിനേതാവായ മോഹൻലാലിനെ ഇപ്പോൾ പല സിനിമയിലും താരം എന്നുള്ള മോഹൻലാലിനെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിലൊരു അടിമുടി അഭിനേതാവായ പല കാലങ്ങളിലായി കണ്ട മോഹൻലാലിൻ്റെ പെർഫോമൻസ് ഒക്കെ പറയുന്നത് അത് എന്തായാലും വലിയ തോതിൽ ചർച്ചയാവുന്നു. അതിനൊപ്പം തന്നെ ഇതിൻ്റെ എഴുത്തിൽ ഇപ്പം മോഹൻലാലിന് വേണ്ടി ആലോചിച്ച കഥയല്ലല്ലോ, ഇതിൻ്റെ എഴുത്ത് വരുന്ന സമയത്ത് ഇത് മോഹൻലാലാണ് ചെയ്യുന്നത്, ഈ സീൻ മോഹൻലാലാണ് ചെയ്യുന്നത് എന്നുള്ളൊരു ആലോചന കൂടി വരുന്ന ഘട്ടമുണ്ടായിരുന്നു. മോഹൻലാൽ മുന്നിലേക്കാണല്ലോ ഓരോ തവണ ഇത് എഴുതിയിട്ട് പോകുന്നത്. അങ്ങനെ ഒരു ആലോചിച്ചാണല്ലോ ഇരുന്നത്, ഈ സീൻ മോഹൻലാൽ ചെയ്യാണ്, ഈ സീൻ മോഹൻലാലിന് ചെയ്യേണ്ടതാണ് എന്ന് കരുതിയിട്ടാണോ? അപ്പം നമ്മൾ നോക്കുമ്പോൾ ഇത് മോഹൻലാലിന് വേണ്ടി ഉണ്ടാക്കിയ സീനല്ലേ? അങ്ങനെ ഓരോ സീനും ഇത് മോഹൻലാലിന് വേണ്ടി തന്നെ മോഹൻലാൽ ചെയ്യേണ്ട സീനാണെന്ന് തോന്നുന്നു മറ്റുള്ളവർ ചെയ്യുന്നത്. സത്യത്തിൽ ആദ്യം അങ്ങനെയല്ല, എഴുത്തിന്റെ ഘട്ടങ്ങളിൽ ലാലേട്ടൻ ഇത് അങ്ങനെ ആരും ഉദ്ദേശിച്ച് എഴുതിയതല്ല എൻ്റെ ആദ്യത്തെ ഡയറക്ടർ. പക്ഷെ പിന്നീട് ലാലേട്ടൻ ഈ സിനിമയിലേക്ക് വന്നതിന് ശേഷം തീർച്ചയായിട്ടും പിന്നീടുള്ള എഴുത്തുകളിൽ ലാലേട്ടന് വേണ്ടി അല്ലെങ്കിൽ ലാലേട്ടൻ ചെയ്ത ലാലേട്ടനെ മനസ്സിൽ കണ്ടൊക്കെ പിന്നീട് ഞാനും തരുണും വന്നതിന് ശേഷം സ്വാഭാവികമായിട്ട് മനസ്സിൽ ലാലേട്ടൻ എപ്പോഴും ഉണ്ടാവുമല്ലോ. ഈ അതിലെല്ലാം എല്ലാവരും എക്സൈറ്റ് ചെയ്യിക്കുന്നത് മോഹൻലാലിന്റെ സെൽഫ് ട്രോളുകളാണ്. അത് ഭയങ്കര പ്രധാനം. അതായത് ഇപ്പം അതിൽ മറ്റേ വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ അല്ലെങ്കിൽ ഈ പറഞ്ഞ അതായത് മോഹൻലാലുമായി കണക്ട് ചെയ്ത് പറയാവുന്ന എല്ലാ ട്രോളുകളും മോഹൻലാലിലൂടെ തന്നെ ഉണ്ടാക്കുകയാണ്. അതിനൊരു ഭയങ്കര തിയേറ്ററിൽ ഭയങ്കര ഹരം ഉണ്ടാക്കുകയാണ്. എനിക്കൊന്ന് അത് ഇപ്പം പിന്നെ കൺകണ്ടത് നിജന്ന് വരെ മോഹൻലാൽ അതേ വോയിസ് മോഡുലേഷൻ പറയുന്ന ഒരു സിനിമ, അത് എത്രത്തോളം എളുപ്പമായിരുന്നു. നമ്മൾ ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് എല്ലാ ആക്ടറും അങ്ങനെയൊക്കെ പറയോ എന്ന് തോന്നുമല്ലോ. പക്ഷേ ലാലേട്ടനൊന്നും വിഷയമല്ല, അദ്ദേഹം അതൊക്കെ വളരെ വളരെ പോസിറ്റീവായിട്ട് വളരെ നമ്മൾ വിചാരിക്കും പലപ്പോഴും ലാലേട്ടൻ പറഞ്ഞ ലാലേട്ടൻ എങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യാം, പക്ഷെ ഒന്നുമല്ലായിരുന്നു. അതെല്ലാം വളരെ പോസിറ്റീവായിട്ടാണ് അതിനുള്ളത്. ആദ്യ പറച്ചിൽ തന്നെ പുള്ളി എൻജോയ് ചെയ്യുന്നൊരു. അതെ എങ്ങനെയായിരുന്നു. അത് മാത്രമല്ല, ഞാൻ പലതും സ്ക്രിപ്റ്റിലില്ലാത്ത സംഭവങ്ങളാണ്. അപ്പോൾ അത് ഷൂട്ട് സമയത്ത് അതിൻ്റെ ഒരു തമാശ കൂടെ പറയാം. ഈ പലപ്പോഴും ഷൂട്ട് അടുത്തൊരു സീനിലേക്ക് വേണ്ടി ലൈറ്റപ്പ് ചെയ്യുന്ന സമയത്തൊക്കെ ഈ തരുൺ അത്ര നേരം ചിലപ്പോൾ നമ്മളോടൊക്കെ വർത്തമാനം പറഞ്ഞ് കഴിക്കും. കുറച്ച് നേരം തരുണെ കാണില്ല. നോക്കുമ്പോൾ തരുൺ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ എന്തൊക്കെയോ തിരഞ്ഞു നടക്കുന്ന പോലെ ഇങ്ങനെ തിരഞ്ഞു നടക്കുന്നതാണ്. ചിലപ്പോൾ ഞാനും പുറമേ അല്ലെങ്കിൽ ഞാനും പറയാനും കൂടെ ചിലപ്പോൾ ഒന്ന് സംസാരിക്കുകയായിരിക്കും ഏതെങ്കിലും റൂമിൽ. അപ്പോൾ അവിടേക്ക് കഴിക്കാൻ തരുൺ ഇങ്ങനെ എന്തൊക്കെയോ തിരഞ്ഞ് ആദ്യം മനസ്സിലായില്ല. പിന്നീടാണ് തരുൺ ആ സീൻ എങ്ങനെ ഇംപ്രവൈസ് ചെയ്യുക, എന്തൊക്കെ ആഡ് ചെയ്യുക. അപ്പോൾ ഇതിൽ അത്തരത്തിലുള്ള ചില സംഭവങ്ങളൊക്കെ തരുൺ അങ്ങനെ എന്തൊക്കെയോ തിരഞ്ഞെന്ന് കണ്ടെത്തിക്കൊണ്ടിരുന്നതാണ് തരുണിൻ്റെ ഡയറക്ടർ എന്നുള്ള രീതിയിലും. അവൻ അങ്ങനെ ഇംപ്രവൈസ് ചെയ്തില്ല. ഷൂട്ട് ചെയ്യുമ്പോൾ മാത്രമല്ല, അത് ഡബ് ചെയ്യുന്ന സമയത്ത് പോലും അത് ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ അത്ഭുതപ്പെട്ട് കണ്ടിരുന്നിട്ടുണ്ട്. ചില ഒരു അടുത്ത സ്റ്റെപ്പിലേക്ക് ആ സിനിമനെ വേറെ സ്റ്റെപ്പിലേക്ക് കൊണ്ടുവന്ന തരുൺ തന്നെയാണ്, ഒരു സംശയമില്ല. മോഹൻലാൽ എന്നുള്ളത് ഇപ്പോൾ കെ.ആർ. സുനിലിനെ സംബന്ധിച്ചിടത്തോളം വളരെ അടുത്ത് നിൽക്കുന്ന ഒരു മനുഷ്യനാണ്.
നടൻ, താരം എന്നുള്ളതിനപ്പുറത്ത് ഒരു ആത്മബന്ധം, വ്യക്തിബന്ധം, ഒരു ഒരു കുറച്ച് കാരണം ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് ഈ പറയുന്ന ഈ കൈത്തലം ചേർത്ത് വെച്ചിട്ടുള്ള ഫോട്ടോയിൽ പോലും ഒരു ഭയങ്കര തീവ്രമായിട്ടുള്ള ആത്മബന്ധം ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പം മോഹൻലാൽ ഒരു അവതാരിക എഴുതുന്നു എന്നുള്ള സംഗതി വരുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ ഈ മഞ്ജുക്കാടിന്റെ മേളിൽ പുള്ളിയുടെ കൈപ്പടയിൽ എഴുതിയ ഫോട്ടോയും കണ്ടിട്ടുണ്ടായിരുന്നു. മോഹൻലാൽ എന്നുള്ളത് എങ്ങനെയാണ് അതൊരു ഒരു അടുപ്പം രൂപപ്പെടുന്നത്? എന്താണ് മോഹൻലാലിനോട് ഈ സിനിമയ്ക്ക് ശേഷം പറയാവുന്നതെന്ന് തോന്നുന്നു? ലാലേട്ടനുള്ള അടുപ്പം സത്യത്തിൽ ആദ്യം കഥ പറയുമ്പോൾ ഈ കഥ പറഞ്ഞ സമയം തുടങ്ങി അദ്ദേഹം ഒരു സ്നേഹം കാണിക്കാറുണ്ട്. അതെ. പക്ഷെ കണ്ടുമുട്ടലിലെ ഇടവേളകൾ കൂടുതലായിരുന്നല്ലോ. അപ്പോൾ ഈ ഷൂട്ട് തുടങ്ങി ആദ്യ ദിവസങ്ങൾ സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിനെ പോലെ വലിയ നടൻ, അദ്ദേഹത്തിൻ്റെ തിരക്കുകൾ, സൗഹൃദങ്ങൾ, അതിനിടയിലേക്ക് ഇടിച്ചു കയറി ചെല്ലുന്ന സംസാരിക്കാൻ ഞാൻ പോയിരുന്നില്ല. അദ്ദേഹം വരും, എല്ലാവരും വിഷയം, ഇടയ്ക്ക് ചില കുസൃതികൾ, ചിലപ്പോൾ നമ്മൾ ഇരിക്കുകയും കൊണ്ടിട്ടുണ്ട് അവിടെ. എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം എന്താ വെച്ചാൽ, ചിലപ്പോൾ അദ്ദേഹം ഷൂട്ട് കഴിഞ്ഞ് കാരവാനിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ മോണിറ്ററിൻ്റെ അടുത്ത് ഞാൻ തരുණ ഇരിക്കുകയായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ അദ്ദേഹം പോകുമ്പോൾ എണീക്കും, അദ്ദേഹം അവിടെ പിടിച്ചിരുത്തും. അദ്ദേഹം കടന്നു പോകുമ്പോൾ ആരും എണീക്കണം അദ്ദേഹത്തിന് ഇഷ്ടമല്ല. അദ്ദേഹം നോക്കില്ല, ചിലപ്പോൾ നമ്മൾ എണീക്കുന്നതിൻ്റെ പേരിൽ പുള്ളി നോക്കാതെ കടന്നു പോകും. നോക്കിയാൽ നമ്മൾ എണീക്കുമല്ലോ. അപ്പോൾ ഒരാളെ ചെറിയ കാര്യം ഒരാളെ ബുദ്ധിമുട്ടിക്കുക. ഇത്ര ദിവസം 75 ദിവസത്തിനേറെ ഞങ്ങളൊപ്പം ഉണ്ടായിരുന്നു. ഒരിക്കൽ പോലും അദ്ദേഹം ചൂടാവണം കേട്ടല്ലോ ഒരാളോടും. ഒരിക്കലും മുഖം കറുപ്പിച്ചിട്ടില്ല. അത്ര ഒരുപാട് അദ്ദേഹത്തിന് തലവേദന എടുത്തിട്ട്, അദ്ദേഹത്തിന് പനിയുള്ളപ്പോൾ, ക്ലൈമാക്സ് ഫൈറ്റ് ഷൂട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ സ്റ്റേഷൻ ഫൈറ്റ് ഷൂട്ട് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് അസുഖമായിരുന്നു. അതിൽ പോലും ഒട്ടും ഇറിറ്റേറ്റഡ് ആവാതെ ഇതിനോടൊപ്പം നിന്ന ഒരു ആർട്ടിസ്റ്റ്. ഞാൻ ഈ ഷൂട്ട് കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പറയും, അതിന് ചില കാര്യങ്ങൾ, ചില ആൾക്കാരെ കണ്ടാൽ, ചില അനുഭവങ്ങളോട് കടന്നു പോയി നമ്മൾ പറയാറുണ്ട്, നമുക്ക് അതിൻ്റെ കുറേ സാധനങ്ങൾ പഠിക്കാൻ പറ്റുമെന്ന്. ഈ മനുഷ്യനെ നമുക്കൊന്നും പഠിക്കാൻ പറ്റില്ല, അതിനും മേലെയാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു രക്ഷയില്ല. ഇത് വേറൊരു ജീവിതം, വേറൊരു മനുഷ്യനാണ്. അത് അടുത്തറിയാൻ കഴിഞ്ഞു. ആ വലിയ മനുഷ്യൻ്റെ വളരെ അടുത്ത ചില നിമിഷങ്ങൾ എനിക്ക് ഒരുപാട് സമയം, പ്രത്യേകിച്ച് ഷൂട്ട് സമയത്ത് ഫ്രീ ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഷോട്ടുകൾക്ക് ഇടവേളയിൽ, പിന്നെ അടുപ്പായതിനു ശേഷം അദ്ദേഹം ഞാനായിട്ടുള്ളൊരു അടുപ്പം എനിക്ക് തോന്നുന്നു എൻ്റെ ഈ സീരീസുകൾ, ഫോട്ടോഗ്രാഫി സീരീസുകളെ കുറിച്ച് രഞ്ജിത്തേട്ടൻ അദ്ദേഹത്തിനോട് ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ ചെയ്യുന്ന എൻ്റെ വർക്ക് ചെയ്യുന്ന മേഖലകളിൽ രഞ്ജിത്തേട്ടൻ്റെ പുസ്തകമൊക്കെ വായിച്ചിട്ടുണ്ട്, മഞ്ജുക്കാരൊക്കെ വായിച്ചിട്ടുണ്ട്, പിന്നെ മറ്റു മാതൃഭൂമിയിലൊക്കെ എഴുതാറുള്ള അറിയാം. അപ്പോൾ അതൊക്കെ ലാലേട്ടനോട് ഷെയർ ചെയ്തതിന് ശേഷം ലാലേട്ടൻ ഒരു തന്നെ വിളിക്കുകയായിരുന്നു രഞ്ജിത്തേട്ടനിരിക്കുമ്പോൾ. അന്ന് അടുത്തിരുത്തിയ അവിടെ പിന്നീട് ഞാൻ ഉണ്ടായിരുന്നു. ഇപ്പോഴും ലാലേട്ടനായിട്ടുള്ള ആ ഒരു സൗഹൃദം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ എപ്പോഴും വിളിക്കുന്ന, ഞാൻ അദ്ദേഹത്തിന് ഒരിക്കൽ പോലും അനാവശ്യമായ ഒരു മെസ്സേജ് അയക്കുകയോ ഒന്ന് അങ്ങോട്ട് വിളിക്കുകയോ ഒന്നും ചെയ്യാറില്ല. എനിക്കറിയാം ഒരു അടുപ്പമുണ്ടെന്നുള്ളത്. അത്ര തിരക്കുള്ള മനുഷ്യനല്ലേ. സാധാരണ ജീവിതങ്ങൾ, കഥാപാത്രങ്ങൾ, അതിൽ സാധാരണക്കാരുടെ അസാധാരണമായ ജീവിതങ്ങളെ കുറിച്ചല്ല നമ്മൾ കൂടുതൽ ഞാൻ അന്വേഷിക്കാറ്. അത്തരം കഥകൾ അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ്. ഒക്കെ ഇങ്ങനെ ചോദിക്കും. അതിങ്ങനെ എനിക്കറിയാം, ആ മനുഷ്യന് ഇങ്ങനെ പല പല കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. അതൊക്കെ തന്നെയാണ് നമ്മളോടുള്ള ഇഷ്ടം. ഈ എല്ലാവരും പറയുന്ന മോഹൻലാലിന്റെ പെർഫോമൻസ് എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, അത് തൊട്ട് ഒരു കയ്യകലത്തിൽ കണ്ട ഒരാളാണല്ലോ. നമ്മളെപ്പോഴും പറയുന്നത്, ഇപ്പം തിയേറ്ററിൽ ആളുകൾ കയ്യടിക്കുന്നു, ഈ സീൻ ഇങ്ങനെ, അല്ലെങ്കിൽ മോഹൻലാലിന്റെ ബാത്റൂം സീൻ ഇങ്ങനെ, പിന്നെ മോഹൻലാലിന്റെ ഇനീഷ്യൽ ശോഭന മോഹൻലാൽ കോമ്പിനേഷൻ അങ്ങനെ അതിലേറ്റവും പ്രധാനപ്പെട്ട സീൻ വേർതിരിച്ച് ചർച്ച ചെയ്യുന്ന സ്ഥലത്ത് എപ്പോഴും പറയുന്നത് അദ്ദേഹത്തിന്റെ കുറേ കാലത്തിന് ശേഷമുള്ള ഗംഭീര പെർഫോമൻസ് കണ്ടു എന്നുള്ളതാണ്. ഇത് ഈ ഒരു എന്താ പറയുക, ഒരു വളരെ അടുത്ത് നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. എന്തായിരുന്നു നിങ്ങൾ ഈ ഷൂട്ടിങ്ങിൽ മോഹൻലാലിനെ, അതായത് ഇപ്പം ഉള്ളടക്കം കണ്ട് എക്സൈറ്റഡ് ആയ, മറ്റേ നമുക്ക് മറക്കാൻ കണ്ട് എക്സൈറ്റഡ് ആയിട്ടുള്ള, സ്ക്രീനിൽ മോഹൻലാലിനെ കണ്ട് എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരാൾ ഒരു കയ്യകലത്തുനിന്ന് പെർഫോമൻസ് കാണുമ്പോഴുള്ളൊരു മൊമെന്റ്, അത് സ്വന്തം ഭാവനയിലുണ്ടായിരുന്ന ഷൺമുഖനിലെ അല്ലെങ്കിൽ എഴുതിയ കഥാപാത്രത്തെ കാണുമ്പോഴുള്ളൊരു ആ മൊമെന്റ്സ് അങ്ങനെയായിരുന്നു? അയ്യോ, അത് എന്താ പറയുക, അത് വിവരിക്കാൻ പറ്റാത്ത രീതിയിലാണ്. എന്ന് വെച്ചാൽ അതൊരു ചിലപ്പോൾ ഒരു പക്ഷേ ഒരു സംവിധായകനോ അല്ലെങ്കിൽ എഴുത്തുകാരനൊക്കെ മാത്രം അനുഭവിക്കാവുന്ന, നമ്മളിലൂടെ വന്ന കഥാപാത്രമല്ലേ, അത്തരം നിമിഷങ്ങളല്ലേ. അത് ആ മനുഷ്യൻ അതിലൂടെ കടന്നു പോകുന്ന കാണുമ്പോൾ, പ്രത്യേകിച്ച് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞു, ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന, ഞങ്ങളൊക്കെ എഴുതിയതിനേക്കാളും അതിനേക്കാൾ അപ്പുറത്തേക്ക് അതിൻ്റെ ലെയറുകൾ അദ്ദേഹത്തിൻ്റെ അഭിനയത്തിലൂടെ, അദ്ദേഹം അതിൽ ചിലപ്പോൾ ഒരു നോട്ടത്തിലൂടെ അയക്കാം, ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചലനങ്ങളിലൂടെ അയക്കാം, അദ്ദേഹം അത് ആ കഥാപാത്രമായി മാറുന്നത്. അത്തരം നിമിഷങ്ങൾ നമ്മൾ എന്താ പറയുക, അത് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അതായത് നിങ്ങൾ സാധാരണ സംസാരിക്കുമ്പോൾ ക്യാമറയുടെ മുന്നിലേക്ക് കഥാപാത്രമായിട്ടൊക്കെ പോകും അല്ലേ, ആക്ഷനിലേക്ക്. അത് പലരും പറഞ്ഞ കാര്യമാണ്. എന്ന് വെച്ചാൽ പല സമയങ്ങളിലും വൻ തമാശകളൊക്കെ പറഞ്ഞിരിക്കും. അത്തരം തമാശകളിൽ നിന്ന് ക്വിക്കായിരുന്നു അദ്ദേഹം ക്യാരക്ടറായിട്ട് മാറുക. അത്
അത് എല്ലാവരും പറയാറില്ല, ലാലേട്ടനെ കുറിച്ച് എല്ലാവരും പറയാറുള്ള കാര്യങ്ങളാണ്. പക്ഷെ എനിക്കതല്ല, എനിക്ക് ഫൈറ്റൊക്കെ നടക്കുന്ന സമയത്ത് കൊടും പനിയൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ തലവേദനയൊക്കെ ആയിട്ട് ഒരു ദിവസം ഷൂട്ട് ശേഷം ഫൈറ്റ് സമയത്ത് ഷൂട്ട് വൈകുന്നേരം തീരണ്ടായിരുന്നു, ഒരു 7 മണിയൊക്കെ തീരേണ്ടതായിരുന്നു. പനിയുണ്ട് അദ്ദേഹത്തിന്, തലവേദനയുണ്ട്. പക്ഷെ അന്ന് മറ്റു പല ഫൈറ്റ് മാസ്റ്റർക്ക് അദ്ദേഹം അന്ന് നൈറ്റ് പോകണം, നൈറ്റ് അദ്ദേഹത്തിന് നേരെ ഗുജറാത്തിലേക്ക് പോകണം. അപ്പോൾ അന്ന് നൈറ്റ് മാത്രമേ ഉള്ളൂ പുള്ളി, അത് കഴിഞ്ഞാൽ പിന്നെ പുള്ളിയില്ല. അതിനിടയ്ക്ക് ഫൈറ്റ് എടുത്ത് തീർക്കണം. ഈ തലവേദനയെ വെച്ച് കണ്ണൊക്കെ ഇങ്ങനെ മാറിയിരിക്കുന്നുണ്ട്. പുള്ളി എൻ്റെ അടുത്ത് വന്നിരിക്കും, പുള്ളി വേറെ എന്തെങ്കിലും കഥ പറയും, അല്ലെങ്കിൽ മൊബൈലിൽ നോക്കും. അപ്പോൾ ഈ പറഞ്ഞ സമയം കഴിഞ്ഞു, പിന്നെ മണിക്കൂറുകളോളം കഴിഞ്ഞു. അപ്പോൾ ഇതിനിടയ്ക്ക് തരുണും രഞ്ജിത്തേട്ടനും ഒക്കെ വന്നിട്ട് സംസാരിക്കുന്നുണ്ട്. പുള്ളി കുഴപ്പമില്ല, ഓക്കെ, എന്നാലും പോയി ഫൈറ്റ് ചെയ്ത് വരും. അപ്പോൾ ഇടയ്ക്ക് തലവേദന ഇത്ര ഹെവി ആയിട്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ ചോദിച്ചു, ഒരു ഭയങ്കര പ്രശ്നമില്ലേ തലവേദന? പുള്ളി പറഞ്ഞു, അത് ഞാൻ എൻജോയ് ചെയ്യണം സുനിലെന്ന് പറഞ്ഞു. അതായത് തലവേദന എൻജോയ് ചെയ്യണം, അത് അദ്ദേഹത്തിൻ്റെ ഒരു സ്പിരിച്വൽ വേറൊരു സംസാരമാണ്. അത് എല്ലാ അവസ്ഥകളെയും പുള്ളി അങ്ങനെയാണ് കാണുന്നത്. എനിക്ക് അത്ഭുതമായി. ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന് ഒന്നും പഠിക്കാൻ പറ്റില്ല, അതിന് മേലെയാണ്. ഈ വീട് കണ്ടെത്തുന്നത് ഭയങ്കര കൗതുകരമായിട്ടുള്ള ഷൺമുഖന്റെ വീട് എന്ന് പറയുന്നത് നമ്മൾ അതൊരു ക്യാരക്ടറാണ്. ഷൺമുഖന്റെ കാറ് പോലെ വീടും അങ്ങനെ ഒരു പശ്ചാത്തലം. അതെ അതെ അതെ, രസമുള്ള ഒരു ജേണി ആയിരുന്നു അല്ലേ? അത് ലൊക്കേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഷൂട്ട് ലാലേട്ടൻ പെട്ടെന്ന് ചെയ്യാന്ന് പറഞ്ഞതിന്റെ പേര് നമുക്കെല്ലാം പെട്ടെന്ന് ചെറിയ സമയത്തിനുള്ളിൽ. അപ്പോൾ ഞാനും തരുണും ഇതിന്റെ അവസാനഘട്ട പണികളാണ് സ്ക്രിപ്റ്റിൽ. അപ്പോൾ ആ സമയത്ത് ഗോകുലിന്റെ ടീമാണ് ആദ്യം പോയത് ലൊക്കേഷൻ കാണാനായിട്ട്. തൊടുപുഴ സിനിമക്കാരുടെ സ്ഥിരം ലൊക്കേഷനുകളാണല്ലോ, വീട് കിട്ടുന്നുള്ള ഉറപ്പായിരുന്നു. അങ്ങനെ ആ കോൺഫിഡൻസിൽ ഞങ്ങൾ സിനിമക്കാർക്ക് വീടുണ്ട്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഒരു കോൺഫിഡൻസിൽ ഞങ്ങൾ മറ്റു പണികൾ, കാസ്റ്റിംഗ്, അത്തരം പരിപാടികൾ, അല്ലെങ്കിൽ എഴുത്തിൻ്റെ അവസാനഘട്ട പരിപാടികൾക്കൊക്കെ തിരിഞ്ഞിരിക്കുന്നു. പക്ഷെ വീട് കിട്ടുന്നില്ല. നമ്മൾ മനസ്സിൽ കണ്ട ഷൺമുഖൻ്റെ വീട് കിട്ടുന്നില്ല. അങ്ങനെ അതിൻ്റെ ചില ഫോട്ടോസ് അവർ വാട്സപ്പ് ചെയ്ത് തരും. അത് പറ്റില്ല. ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോകാൻ തുടങ്ങി, ടെൻഷനായി തുടങ്ങി. ആ സമയത്ത് പിന്നെ ഗോകുലും ഷാജിയേട്ടനും കൂടെ ഒരു പോക്ക് പോയി. അവസാനം അവർ കണ്ടെത്തണമല്ലോ, വീട്ടിൽ അത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, ആദ്യം ഷൂട്ട് ചെയ്യേണ്ട ആ വീട്ടിലാണ്. അങ്ങനെ അവർ പോയി. അവസാനം ഒരു ഉച്ചയായപ്പോൾ ഒരു കോള് വന്നു, ഒരു വീട് കണ്ടെത്തിയിട്ടുണ്ട്, ഒന്ന് കാണാൻ വരുമോ? അപ്പോൾ ഞാനും തരുണും അപ്പം തന്നെ പോയി അവിടെ എത്തി. തൊടുപുഴ എന്നൊക്കെ പറഞ്ഞാൽ തൊടുപുഴയുടെ ഉള്ള ഏരിയയിൽ ഞാൻ ജീവിതത്തിൽ പോകുന്ന സ്ഥലങ്ങളാണ്. സിനിമ ഇല്ലെങ്കിൽ ഒരിക്കലും ഞാൻ ആ സ്ഥലത്തേക്ക് കടന്നില്ല. അങ്ങനെ ആ സ്ഥലത്തൊരു പക്കാ വില്ലേജ്, റബ്ബറൊക്കെ ഉള്ള സ്ഥലം. അപ്പോൾ അതിൻ്റെ അവിടെ ഷാജിയേട്ടനും ഗോകുലും ഓരോ ടീമും ഞങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഞങ്ങൾ വന്ന് കണ്ടാലാണ് ആ വീട്, അവർ വീട് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ റോഡിൽ നിന്ന് കുറച്ച് ദൂരെ കാണാവുന്ന ഒരു മരങ്ങൾക്കപ്പുറത്തുള്ളൊരു വീട്. ഞങ്ങൾക്ക് ദൂരത്ത് നിന്ന് കണ്ടപ്പോൾ തന്നെ അത് പോസിറ്റീവ് സംഭവം അടിച്ചു. ഇത് കൊള്ളാല, ഒരു വഴിയൊക്കെ ഉണ്ട്. അങ്ങനെ അടുത്തേക്ക് ചെല്ലുകയാണ്. അടുത്തേക്ക് ചെല്ലുമ്പോൾ വീടിൻ്റെ പുറത്തൊന്നും ആരുമില്ല. അപ്പോൾ മൊത്തം ഞങ്ങൾ ചുറ്റിക്കറങ്ങി ആ വീട്. അപ്പോൾ ലൊക്കേഷൻ കാണിച്ചു തരാൻ വന്ന അദ്ദേഹം ഞങ്ങൾക്ക് കാണിച്ചു തരികയാണ്. അപ്പോൾ ഞങ്ങൾ ആ വീടിൻ്റെ ചുറ്റും നടക്കുമ്പോൾ തൊട്ടപ്പുറത്ത് സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത ആ സ്ഥലത്ത് ഒരു ഫ്ലക്സ്, പഴയ നിറച്ചൊരു ഫ്ലക്സ് കുത്തിച്ചാരി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ മോഹൻലാൽ, അവർക്ക് എന്തോ ഒരു ഷോപ്പുണ്ട്, എന്തോ ഒരു കൈത്തറി. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലക്സ് ആയിരുന്നു. അപ്പോൾ അവിടെ തന്നെ മോഹൻലാൽ കണ്ടപ്പോൾ ഫസ്റ്റ് സാധനം അടിച്ചു. അപ്പോൾ പിന്നെ ഞങ്ങൾ ചുറ്റിക്കറങ്ങി വന്നു. പിന്നെ വീടിൻ്റെ അകം നോക്കണമല്ലോ. അപ്പോൾ വീടിൻ്റെ അകത്തേക്ക് പോകാനായിട്ട് വേറൊരു അപരിചിതര വീടാണല്ലോ, ഞങ്ങൾക്കും മടിയുണ്ട് അതിനകത്ത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ആ വീട്ടമ്മ അകത്ത് നിൽക്കുന്നുണ്ട്. കുറച്ച് ഇരുട്ട് പിടിച്ച സ്ഥലമാണ്. അവരിങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത്, പാവ സ്ത്രീ. അപ്പോൾ കൂടുതൽ ആളുകൾ കയറി നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാനും തരുണും ഇവർ ഓൾറെഡി കണ്ടിട്ടുണ്ട് ആ വീട്. അപ്പോൾ ഞങ്ങളങ്ങോട്ട് കയറി ചെല്ലുകയാണ്. അപ്പോൾ അതിൻ്റെ വീടിൻ്റെ അകത്ത് ചെറിയൊരു സ്പേസിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയ സ്ഥലം അത് ഓക്കെയാണ്, ഓരോ സ്ഥലങ്ങളും ഓക്കെയാണ്. അപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പെൺകുട്ടി ഒരു റൂമിൽ നിന്ന് അടുത്ത് എന്നെ കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട്, സുനിലേട്ടാ എന്ന് പറഞ്ഞിട്ട്, എനിക്ക് ആ കുട്ടീനെ പരിചയമില്ല, സ്പെക്സ് ഒക്കെ വെച്ചിട്ട്. അപ്പോൾ വന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ എന്നെ കണ്ടതിൽ ഇങ്ങനെ അടുത്തേക്ക് വന്നു, എനിക്ക് കൈ തന്നു. അപ്പോൾ ഞാൻ സുനിലേട്ടാ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ കൈ പിടിച്ചു. അപ്പോൾ ഞാൻ ഈ സിനിമയുടെ ഭാഗമാണെന്ന്, എൻ്റെ എക്സിബിഷൻ കാണാൻ വന്നുള്ള, ബിനാലയിലെ എക്സിബിഷൻ കാണാൻ വന്നൊരു കുട്ടിയാണ്. എപ്പോഴൊക്കെയോ ഞാൻ കണ്ടിട്ടില്ല, എന്നെ കുറിച്ച് അറിയാം, എൻ്റെ ഡോക്യുമെന്ററികളൊക്കെ കണ്ടിട്ടുണ്ട്. അതിന്റെ എക്സൈറ്റ്മെന്റ് ആണ് അത്. നമ്മൾ ഈ ഒരു ഗ്രാമത്തിലേക്ക് പോയി ലൊക്കേഷൻ കണ്ടു, മറ്റൊരു കാര്യത്തിന്റെ ഭാഗമായിട്ട്. അതെ അതെ, അല്ലെങ്കിൽ ഞാൻ ജീവിതത്തിൽ പോകില്ല സ്ഥലത്തേക്കൊന്നും, അത്രമാത്രം ഉള്ളിലല്ല, തൊടുപുഴ ഉള്ളില്ല. അപ്പോൾ അത് എന്നെ ഭയങ്കരമായിട്ട്, ആ കുട്ടി ചെറിയ കുട്ടി, ലൈബ്രറിയൻ എന്തോ ആണ്, എൻ്റെ അനിയത്തിയുടെ മകളുടെ പ്രായമുള്ള കുട്ടി. അങ്ങനെ അതെനിക്ക് ഭയങ്കര മറക്കാൻ പറ്റാത്ത അനുഭവമാണ്. നമ്മൾ തിരിച്ചറിയുന്ന എവിടേക്കോ എൻ്റെ കൂടെയുള്ള തരുണും ഷാജിയേട്ടനും എല്ലാവർക്കും അതൊരു സംഭവമായി. കുട്ടി നമുക്ക്. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ എവിടേക്കോ മനുഷ്യർ ഏതൊക്കെയോ സ്ഥലങ്ങളിൽ കോണിൽ നിന്ന് നമ്മളെ വർക്കുകൾ കാണുന്നു. സത്യം പറഞ്ഞാൽ ആ വീട് തന്നെയായിരുന്നു നമ്മളുടെ
ഷൺമുഖന്റെ ശരിക്കും വീട്. അവിടുത്തെ ഷൂട്ടും വേറെ രസം ഉണ്ടായിരുന്നല്ലോ. എന്ന് വെച്ചാൽ ചുറ്റുവട്ടത്തെ മനുഷ്യരൊക്കെ മോഹൻലാലിനെ കാണാൻ വരുന്നു, ഭക്ഷണമായിട്ടല്ലേ, അത് ഭയങ്കര വേറൊരു തരം ലോകമായി ഭയങ്കര മാറിയിരുന്നു. ലോകമായിരുന്നു, ഭയങ്കര ലോകമായിരുന്നു. മോഹൻലാൽ അവരിലേക്ക്, നിങ്ങൾ ഈ തരുണിനോട് മറ്റേ ആന്റണി പെരുമ്പാവൂർ പറഞ്ഞ പോലെ മോഹൻലാൽ നിങ്ങളുടെ കഥാപാത്രത്തിലേക്ക് വരുന്നു എന്ന് പറയുന്ന പോലെ ഈ മോഹൻലാൽ ആ നാടിന്റെ അകത്തേക്ക് വരുന്ന ഒരു മൂമെന്റ് ആയിരുന്നു അല്ലേ. അതെ അതെ, ആ പ്രായമുള്ള ചേച്ചിയൊക്കെ പ്രായമുള്ള ചേച്ചി വരുന്നു, ഒരു ഭക്ഷണം കൊണ്ടുവരുന്നു, പിന്നെ അവര് സിനിമയുടെ ഭാഗമാവുന്നു അല്ലേ. അതെ അതെ, പ്രത്യേകിച്ച് തൊടുപുഴ സിനിമ ഒരുപാട് നടക്കുന്നതിന്റെ പേരിലാവും വലിയ ക്രൗഡൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ലാലേട്ടനെ കാണാൻ വേണ്ടി വരുന്ന ആൾക്കാർ ഭയങ്കരമായ അത്രമാത്രം ഇഷ്ടമുള്ള ആൾക്കാരെ വരിക. അപ്പോൾ അത്തരത്തിൽ അമ്മൂമ്മമാർ, എനിക്കറിയാം അവരുടെ പോലീസ് സ്റ്റേഷൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഫുഡ്, പ്രൊഡക്ഷൻ ഫുഡ് ഉണ്ട് എങ്കിലും സ്ഥിരം ആ ഫുഡ് മാറ്റി ഞാൻ വർമ്മയായാലും ഫറാനായാലും ഞങ്ങളൊക്കെ ഇടയ്ക്ക് വേറെ അടുത്തുള്ള ഹോട്ടൽ ഗൂഗിളായാലും ഗൂഗിൾ ഞങ്ങൾ ഒരുമിച്ചാണ് പോവാം. അപ്പോൾ ഒരു ഹോട്ടലുണ്ട് അടുത്തുള്ള ചെറിയ ഹോട്ടൽ, നല്ല പൊറോട്ടയും ബീഫും അല്ലെങ്കിൽ അത്തരം സംഭവങ്ങളൊക്കെ കിട്ടുന്ന നാടൻ കപ്പ അതൊക്കെ കിട്ടുന്ന ഹോട്ടൽ. അപ്പോൾ അവിടുത്തെ ഒരു അമ്മൂമ്മയുണ്ട്. അപ്പോൾ ആ അമ്മൂമ്മ ഞങ്ങൾ നിരന്തരം പോയി അവിടെ നിന്ന് കുറേ സംസാരിക്കുകയും ചെയ്യും ഞങ്ങൾ. അപ്പോൾ ഈ അമ്മൂമ്മ പാവം, അപ്പോൾ അമ്മൂമ്മ അങ്ങനെ ഇടയ്ക്ക് സംസാരിക്കാൻ വരും. അപ്പോൾ അമ്മൂമ്മയുടെ വീട്ടിലെ കഥകൾ പറയും, ഫുഡ് ഉണ്ടാക്കുന്ന കഥകളും. അപ്പോൾ കിച്ചണിലുള്ള ആൾ വരും, അപ്പോൾ അവർക്കൊക്കെ മോഹൻലാലിനെ കാണണം. പക്ഷേ ഈ അമ്മൂമ്മ പറയാറില്ല, മറ്റു പലവർക്കും മോഹൻലാലിനെ കാണണം. അപ്പോൾ അത് ഞങ്ങൾ കാണിക്കാമെന്നൊക്കെ പറയും. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ അമ്മൂമ്മ പറഞ്ഞു, ഈ ഫുഡിനെ കുറിച്ച് അമ്മൂമ്മ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കും, നല്ല ഫുഡാണ് അവിടുത്തെ. അപ്പോൾ അമ്മൂമ്മ പറഞ്ഞു, എനിക്ക് മോഹൻലാൽ എൻ്റെ മോൻ്റെ പോലെയാണ്, എൻ്റെ വീട്ടിൽ എല്ലാവർക്കും അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഫുഡ് എനിക്ക് മോഹൻലാലിനൊന്ന് കൊടുക്കണം. അപ്പോൾ ഞാൻ രഞ്ജിത്തേട്ടനോട് പറഞ്ഞു, അങ്ങനെ ഗോകുലും അങ്ങനെ ഞങ്ങൾ ലാലേട്ടൻ്റെ അടുത്ത് അത് അവതരിപ്പിച്ചു. ലാലേട്ടൻ അപ്പം തന്നെ പറഞ്ഞു, അവർക്ക് വരാൻ പറ. അങ്ങനെ ഒരു ദിവസം ഒരു വലിയ ക്യാനിൽ ലാലേട്ടന് വേണ്ടിയിട്ടുള്ള പല വിഭവങ്ങൾ ഉണ്ടാക്കി. ആ സ്ത്രീ ഇങ്ങനെ അത് പിടിച്ച് നടക്കാൻ എനിക്ക് ഭയങ്കര ഓർമ്മയുണ്ട്. അത് പിടിച്ച് ഇങ്ങനെ കാരവാനിൽ പോയി ലാലേട്ടൻ അവരെന്തുമാത്രം സ്നേഹത്തോടെ അവരെ വിളിച്ച് അകത്ത് കയറ്റി അവരോട് വർത്താനം പറഞ്ഞു. ലാലേട്ടൻ അത് കഴിക്കാന്ന് വെച്ചിട്ടുണ്ടല്ലേ, വെറുതെ കഴിക്കലല്ല, അതിങ്ങനെ ആസ്വദിച്ച് കഴിച്ച് അവർ തിരിച്ചു പോയി. അത്തരം കുറേ നിമിഷങ്ങളുണ്ട് അവരുടെ ജീവിതത്തിൽ വലിയൊരു ആനന്ദമാണ്. അതെ അതെ, ആ മനുഷ്യനില്ല മോഹൻലാൽ എനിക്ക് തോന്നിയുള്ള സംഭവം വെച്ചാൽ ഈ റിയലാണ്. അതായത് ഒരു മനുഷ്യനോട് ഇടപഴകുകയാണെങ്കിൽ, ഒരു മനുഷ്യനോട് സംസാരിക്കാൻ, അത് മുഴുവൻ അതിലുണ്ടാവും, ആ മനസ്സ് മുഴുവൻ ഉണ്ടാവും. അതിലൊരു ആക്ടറില്ല. അദ്ദേഹം ക്യാമറയ്ക്ക് മുമ്പിൽ വരുമ്പോൾ മാത്രമേ ആക്ടറുള്ളൂ, ബാക്കി സമയത്തൊക്കെ അദ്ദേഹം പ്യുവർ മനുഷ്യനാണ്. അങ്ങനെ കുറേ സംഭവങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട്. അദ്ദേഹത്തെ കാണാൻ വരുന്ന ആൾക്കാർ, നമ്മളോടുള്ള സംസാരം, മറ്റു പലരോടുള്ള സംസാരം, അതൊക്കെ അങ്ങനെയാണ്. ഈ അമ്മൂമ്മമാർ ഇങ്ങനെ ചില പ്രായമുള്ള ആളുകൾ, മോഹൻലാൽ അത്തരം പ്രായമുള്ള ആളുകളാണ് സിനിമ കാണാൻ വരുന്നത്. അതാണ് എൻ്റെ ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. സൈക്കിള് പോലെ ഈ തിയേറ്ററിലും അത്തരം അമ്മൂമ്മമാർ. ഇതിന്റെ ഇപ്പം തുടർന്ന് പറഞ്ഞ സിനിമ എന്ന് പറഞ്ഞാൽ ഉറപ്പായും ഇനിയിപ്പം ഇന്റർനാഷണൽ എക്സിബിഷൻസ് വരുന്നുണ്ട്, ഷോസ് വരുന്നുണ്ട്. പക്ഷേ ഇപ്പോ മറ്റേ 100 കോടിയിലേക്ക് യാത്ര ചെയ്യുന്ന, ഇപ്പൊ ടിക്കറ്റ് കിട്ടാനില്ലാത്തൊരു സിനിമയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇപ്പോഴും ടിക്കറ്റ് കിട്ടാനില്ലാത്ത, പുലർച്ചെ 2 മണിക്കൊക്കെ ഷോസ് നടക്കുന്ന, വലിയ വിളംബരമോ വലിയ പ്രൊമോഷനോ വലിയ ഹൈപ്പോ, അതായത് മോഹൻലാലോ ശോഭനയോ പോലും പ്രൊമോഷൻ വരാതെ കേരളത്തിന് പുറത്ത് ഒരു സ്ഥലത്ത് പോലും അങ്ങനെ ഒരു മാസീവ് പ്രൊമോഷൻ ഒന്നും നടത്താതെ തന്നെ ആളെ ഇങ്ങനെ തിക്കി നിറച്ചു കൊണ്ടുവന്ന ഒരു സിനിമയെ കുറിച്ചാണ്. ഒരു റൈറ്റർ, തിരക്കഥാകൃത്ത് എന്നുള്ള രീതിയിൽ അടുത്ത പടം എന്നുള്ളത് പ്രേക്ഷകരുടെ ആവശ്യമാവും. തീർച്ചയായും ഇനി മോഹൻലാൽ പടം എഴുതണമെന്ന് ആഗ്രഹിക്കുന്ന ആരാധകരുണ്ടാവും. അതായത് ഒരു പിന്നെ എന്താ, KR സുനിൽ തുടരണമെന്ന് ഇപ്പം ഞാനടക്കമുള്ള, അല്ലെങ്കിൽ ഈ ഇത് ഷൂട്ട് ചെയ്യുന്ന ഇവരടക്കമുള്ള, അല്ലെങ്കിൽ നമ്മുടെ മുഴുവൻ പ്രേക്ഷകർ മുഴുവൻ ആഗ്രഹിക്കുന്ന ഒരു സ്പേസ് ഉണ്ടല്ലോ, അടുത്ത തിരക്കഥ, അടുത്ത സിനിമ. അതെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാനൊരു അങ്ങനെ ഒരു റൈറ്ററല്ല ഞാൻ. എന്നെക്കൊണ്ട് അന്ന് കണ്ട ഒരു കഥാപാത്രം, ഒരു മനുഷ്യൻ്റെ മുഖം എന്നെക്കൊണ്ട് ഇത് എഴുതിച്ചാണല്ലോ. അതേപോലെ അത് ഫോട്ടോഗ്രാഫി ചെയ്യാൻ പോകാനായിരിക്കും, അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും യാത്ര ചെയ്യുമ്പോൾ കണ്ടുമുട്ടി, അല്ലെങ്കിൽ അന്ന് പരിചയപ്പെട്ട ആളുകൾ പറഞ്ഞ ചില കഥകളും അതൊക്കെയാണ് നമ്മളിങ്ങനെ എഴുതിപ്പിക്കുന്നത്. അങ്ങനെയൊക്കെ ചില സംഭവങ്ങളൊക്കെ ഉണ്ട് മനസ്സിൽ. അതൊക്കെ ഇനി തിരക്കഥാ രൂപത്തിൽ അതിൻ്റെ സമയം. ഈ ആദ്യ ദിവസം വരുന്ന പ്രതികരണങ്ങളെല്ലാം മോഹൻലാലിന് വേണ്ടി ഇനിയും എഴുതണം എന്നുകൂടി ആഗ്രഹിക്കുന്ന പ്രേക്ഷകരെ കാണാൻ പറ്റുന്നുണ്ട്. ഈ ആഗ്രഹങ്ങളിൽ ചിലപ്പോൾ ഇതൊരു ബന്ധം, നിങ്ങളൊരു ടീം തന്നെയായിട്ട് മാറിയിട്ടുണ്ടല്ലോ. അപ്പം തരുണിന് വേണ്ടിയിട്ട് ഇനിയും പടം ചെയ്യണം, അല്ലെങ്കിൽ മോഹൻലാലിന് വേണ്ടിയിട്ട് എഴുതണം എന്നുള്ള ആഗ്രഹം എന്തായാലും സംവിധാനം എന്നുള്ള ആലോചന ഇല്ലാത്ത ആളാണ്. അതുകൊണ്ട് തന്നെ തിരക്കഥാകൃത്ത് എന്നുള്ള രീതിയിൽ മലയാളത്തിൽ ഏറ്റവും സവിശേഷമായൊരു സ്പേസിലാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ മോഹൻലാലിന് വേണ്ടിയും ഇനിയും എഴുതണമെന്ന അല്ല, തിരക്കഥാകൃത്ത് എന്നുള്ള രീതിയിലുള്ളൊരു വിശേഷണം എന്നെ സംബന്ധിച്ചൊരു ബാധ്യതയാണ്. ഫോട്ടോഗ്രാഫറായി അല്ലെങ്കിൽ ക്യാമറയായിട്ട് യാത്ര ചെയ്യാൻ എനിക്കിഷ്ടം. സ്വാഭാവികമായിട്ട് അപ്പോൾ കാണുന്ന മനുഷ്യരും ഇപ്പൊ കണ്ടിട്ടുള്ള മനുഷ്യരും അത്തരം ഒരുപാട് കഥകളുണ്ട് മനസ്സിൽ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട്, ഈ യാത്രയുടെ ഭാഗമായിട്ട് അത്തരം കഥാപാത്രങ്ങൾ, ഇപ്പൊ ഞാൻ എൻ്റെ ഒരു ഡോക്യുമെന്ററി ഉണ്ടല്ലോ, ഈ
തമിഴ്നാട്ടിലേക്ക് ഒരു പയ്യനെ തേടി പോയ അതെ. അത് ആ പയ്യനാണ് എന്നെ കൊണ്ട് ഞാനല്ല ആ പയ്യന്റെ പക്ഷെ മുഖമാണ്. ഇതെല്ലാം കഥകളാണല്ലോ. ഈ കഥകൾ കൂടി പ്രേക്ഷകർക്ക് സിനിമാ രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു, ഇപ്പം ഫോട്ടോഗ്രാഫി ഒരു ഫോമാണ്, അതെ സിനിമ മറ്റൊരു മീഡിയം ആണല്ലോ. അതെ അതെ ഫോട്ടോഗ്രാഫിയാണ് KR സുനിൽ എന്ന് പറയുന്ന ഒരാൾക്ക് ഏറ്റവും പരിചിതമാവുന്നത്, എക്സൽ ചെയ്യുന്ന ഒരു മീഡിയം. പക്ഷെ സിനിമ എഴുതി സക്സസ് ആകുമ്പോൾ ഈ മീഡിയം നിങ്ങളുടെ വരുതിയിലായി എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇനി മോഹൻലാലിന് വേണ്ടി എഴുതുന്നില്ലേ അല്ലെങ്കിൽ അടുത്ത സിനിമ എഴുതുന്നില്ലേ എന്നുള്ള എന്തായാലും ആവശ്യവും ആഗ്രഹമായിട്ട് ആളുകൾ ഉണ്ടാവും. തീർച്ചയായിട്ടും കുറെ പേര് ചോദിച്ചു, സ്വാഭാവികമായിട്ട് ഈ സിനിമ ഉറപ്പായും ലാലേട്ടൻ ചോദിച്ചിട്ടുണ്ടാവും. ലാലേട്ടനൊക്കെ ഇങ്ങനെ എൻ്റെ കഥകൾ ലാലേട്ടൻ ചോദിക്കാറുണ്ട്, ഞാൻ പറയാറുണ്ട്, അദ്ദേഹത്തിന് ഇഷ്ടമായ കഥകളുമുണ്ട്. പക്ഷെ ഇതിനൊരു ലാലേട്ടൻ്റെ തന്നെ കഥാപാത്രത്തിൽ പറഞ്ഞ പോലെ എല്ലാത്തിനും സമയമുണ്ട് ദാസ എന്ന് പറഞ്ഞ പോലെ ഒരു സമയത്ത് നടക്കും. ഇതിനുവേണ്ടി ഞാൻ കാത്തിരുന്നില്ലേ, അതേപോലെ അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കും. അപ്പോൾ ആ സമയത്ത് നടക്കും. അല്ലാതെ ചാടി പെട്ടെന്നൊരു ഇപ്പോൾ സിനിമ ഹിറ്റായി ഇമ്മീഡിയറ്റ് തന്നെ അടുത്തൊരു തിരക്കഥ എഴുതി കളയാം, അങ്ങനെയൊന്നും എൻ്റെ മനസ്സിലില്ല. ആ കഥാപാത്രം അല്ലെങ്കിൽ കഥ എന്നിൽ ഇങ്ങനെ ഇങ്ങനെ നിറയുന്ന സമയത്ത് ഒരു പക്ഷേ ഞാൻ എഴുതിയേക്കാം, അങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ മനീഷേ. ഈ സിനിമയുടെ റിലീസിന് പിന്നാലെ ഇതിൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറും രജപുത്ര രഞ്ജിത്തിൻ്റെ മകളുമായിട്ടുള്ള അവന്തിക എഴുതിയ പോസ്റ്റിൽ രഞ്ജിത്ത് രജപുത്രയുടെ ഏറ്റവും പ്രഷ്യസായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊജക്റ്റുകൾ എന്നായിരുന്നു തുടരും. അപ്പോൾ തരുൺമൂർത്തി ഇത് കൊണ്ട് ഇത് ചെയ്യിച്ചാലോ എന്നുള്ള ചോദ്യം വരെ എത്തുന്നതിൽ ഒരു ഹാപ്പിനെസ് ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ സിനിമയ്ക്ക് പിന്നാലെ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തിട്ടുള്ളത് നോക്കിക്കഴിഞ്ഞാൽ KR സുനിലിന് തൊട്ട് ചേർന്നുള്ളത് രജപുത്ര രഞ്ജിത്താണ്. പിന്നീടാണ് മോഹൻലാലൊക്കെ അതിൻ്റെ ഭാഗമാവുന്നത്. എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന് ഇതിനൊപ്പമുള്ള യാത്ര? കാരണം ഈ 10 വർഷവും ഒരു പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ ആ പ്രൊജക്റ്റിൽ നിന്ന് അടുത്ത പ്രൊജക്റ്റിലേക്ക് പോകാം. പക്ഷേ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊജക്റ്റായിട്ട് അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊജക്റ്റായിട്ടുണ്ടായിരുന്ന ഇതാണ് ലാസ്റ്റ് 10 ഇയേഴ്സ്. അതെ അതെ. അതിൻ്റെ കാരണം അദ്ദേഹത്തിന് ഈ സബ്ജക്റ്റ് അത്രമാത്രം ഇഷ്ടപ്പെട്ടു എന്നുള്ളത് അദ്ദേഹം ഷെയർ ചെയ്തിട്ടുണ്ട്. അതെ. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എനിക്ക് തോന്നിയിരിക്കുന്നത്, എന്നോട് കമൽ സാറ് പറഞ്ഞിട്ടുണ്ട്, ഈ മലയാളത്തിലെ വളരെ പ്രധാനപ്പെട്ട ചില പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, അതായത് സിനിമ അത്രമാത്രം സ്നേഹിക്കുന്ന, സിനിമയെ പാഷനായിട്ടുള്ള, അതിനുവേണ്ടി ഒരുപാട് വായിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ മഞ്ഞിലാസ് ജോസഫ് അദ്ദേഹം പല നോവലുകൾ വായിച്ചിട്ടാണ് സേതുമാധവൻ സാറിന് ഇഷ്ടപ്പെട്ട നോവലുകൾ അദ്ദേഹത്തിനോട് സിനിമ ഏൽപ്പിച്ചിരുന്നത്, അവരുടെ ആഗ്രഹങ്ങളായിരുന്നു. അതെ അതെ അതെ, അങ്ങനെയാണ്. അപ്പോൾ അതേപോലെ രഞ്ജിത്ത്, അദ്ദേഹം കമൽ സാർ തന്നെ പറഞ്ഞൊരു കാര്യം, 7 ആർട്സ് അല്ലെങ്കിൽ ഗാന്ധിമതി ബാലൻ, പിന്നെ ഗൃഹലക്ഷ്മി പോലുള്ള, വിന്ധ്യൻ്റെ പോലെയുള്ള അത്തരം പ്രൊഡ്യൂസേഴ്സിൻ്റെ ഒരു ശ്രേണിയിലാണ് രഞ്ജിത്തേട്ടൻ വരുന്നത്. സിനിമനെ സ്നേഹിക്കും, സിനിമയാണ് സിനിമ എന്നുള്ള മറ്റൊരു കാലത്തിന് മറ്റൊരു തലമുറയുടെയും റെപ്രസെന്റേറ്റീവ്. അതെ 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 അതെ. അപ്പോൾ അത് രഞ്ജിത്തേട്ടൻ്റെ ഇടപെടൽ ഒരുപാട് സിനിമയ്ക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. ഈ സിനിമയെ ഇതിലെ പ്രധാന കഥാപാത്രമായ ഷൺമുഖം അദ്ദേഹത്തിൻ്റെ ടാക്സി, അദ്ദേഹത്തിൻ്റെ കാറിനെ സ്നേഹിക്കുന്ന പോലെ ആ ഒരു ഒബ്സഷൻ ഇദ്ദേഹത്തിന് ഈ സ്ക്രിപ്റ്റിനോട് ഉണ്ടായിരുന്നു, ഈ കഥയോടുണ്ട്. ഷൺമുഖത്തിന് കാർ എന്ന പോലെയായിരുന്നു രഞ്ജിത്തേട്ടൻ്റെ സിനിമ. അതെ, അതെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്നുവെച്ചാൽ അതിൽ ഒരു അളവ് തെറ്റാനോ അല്ലെങ്കിൽ അങ്ങോട്ട് മാറാനോ ഇങ്ങോട്ട് മാറാനോ പുള്ളി സമ്മതിക്കില്ല, അതിലൊരു പരിക്ക് പറ്റാൻ പുള്ളി സമ്മതിക്കില്ല. പരിക്ക് പറ്റാത്ത രീതിയിലാണ് പുള്ളി ഇവിടെ വരെ കൊണ്ടുവന്നേക്കുന്നത്, ഒരു പോറൽ പോലും ഏൽക്കാതെ. അപ്പോൾ അത് നന്നായിട്ട് തന്നെ തരുണെത്തിയതിന് ശേഷമാണ് അതിന് വേറെ രീതിയിലുള്ള ഡെവലപ്മെൻറ്റ്സ് ഒക്കെ വന്നത്. അപ്പോൾ അപ്പോഴും രഞ്ജിത്തേട്ടൻ കൂടെ നിന്നിരുന്നു, അത് ഭയങ്കര രസമായിട്ട് തരുണും ഞങ്ങൾ ഒരുമിച്ചുള്ള വർക്ക് നന്നായിട്ട്. അപ്പോഴും രഞ്ജിത്തേട്ടൻ ഇതിൻ്റെ ഓരോ കാര്യങ്ങൾ അറേഞ്ച് ചെയ്താലും എല്ലാം കഥ കേട്ട് ഇന്ന് വരെ ഈ റിലീസ് കഴിയുന്ന വരെ പുള്ളി എല്ലാ കാര്യങ്ങൾക്കും ഒരു കോംപ്രമൈസ് ഇല്ലാതെ ഒപ്പം നിന്ന്, അത് പുള്ളി അങ്ങനെയാണ്. പുള്ളിയുടെ ഒരു സിനിമ കാണുന്ന രീതി എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ അങ്ങനെ പല ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു പ്രൊഡ്യൂസർ ഇത്രമാത്രം സിനിമയെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ ഈ സബ്ജക്റ്റിനെ സ്നേഹിക്കുന്ന, അതിനൊപ്പം നിൽക്കുന്ന, അതെനിക്കൊരു അത്ഭുതം തന്നെയായിരുന്നു. അത് ആ സ്നേഹം പുള്ളി നമ്മളോടും കാണിക്കുന്നുണ്ട്, ഈ കഥയോടും അല്ലെങ്കിൽ ഈ സബ്ജക്റ്റിനോടും ഈ സിനിമയോടുള്ള സ്നേഹം. അതിൽ പ്രവർത്തിക്കുന്ന ഓരോ മനുഷ്യരോടും ഉണ്ട് അദ്ദേഹത്തിന്, അതിൻ്റെ കരുതലുണ്ട്. അത് പറയാതെ വയ്യ. ഉറപ്പായും ഇനി സിനിമ ചെയ്യാനുള്ളൊരു ധൈര്യവും പ്രചോദനമായിട്ട് ഇത് മാറേണ്ടതാണ്. അതെ അതെ.